ദൈവിക നീതി പറഞ്ഞ് ഞാൻ ദേവദാസിനെ ക്ഷണിക്കാം. ഈ സ്നേഹഭവനം നമ്മൾ പേരിട്ടിരിക്കുന്ന ഈ വീട്ടിൽ ഏകദേശം 18 വർഷങ്ങൾക്ക് മുൻപേ ഒരു ദേവദാസൻ ഇവിടെ വന്ന് താമസിച്ചിരുന്നു. അന്ന് ഞാൻ എൻ്റെ 10ാം ക്ലാസ് +1 +2 ആ ഒരു ടൈം പീരീഡാണ് ആ സമയം. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുവഴി പള്ളിയിലൊക്കെ പോകുമ്പോൾ ഡോറ് തുറന്നിട്ടാൽ ഹാള് കാണാം. അപ്പോൾ അതുകൊണ്ട് ആ ഡോറ് തുറന്നിരിക്കും. അതുവഴി പോകുമ്പോൾ അതുവഴി നോക്കുമ്പോൾ ആ ദേവദാസൻ ഈ ഹാളിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ ഞായറാഴ്ച രാവിലെ സമയം മുട്ടിന്മേൽ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇന്നത്തേലൊക്കെ അദ്ദേഹമായിട്ട് കുറച്ചുകൂടെ അടുക്കാൻ പരിചയപ്പെടുവാനൊക്കെ ദൈവം കൃപ നൽകി. ഈ ദേശത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അന്ന് ഇവിടെ പ്രയറൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ആരും ഈ ഭാഗത്ത് വന്നിരുന്നില്ല. പക്ഷേ അത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ആ ദേവദാസൻ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. അത് ദൈവത്തിൻ്റെ ഒരു നീതിയായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനയും അധ്വാനവും വീണ്ടും ഒരിക്കൽ കൂടെ ഓർത്ത് നന്ദി പറയുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ ഒരു നീതിയാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് ഒരുമിച്ച് കരങ്ങളടിച്ച് ദേവദാസൻ തമ്മിലുള്ള ശുശ്രൂഷകളെ സ്വാഗതം ചെയ്യാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ട എല്ലാ നല്ല അനുഭവങ്ങൾക്കായി, നല്ല വർഷിപ്പിനായി ഞാൻ അധികം ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ കടന്നു വരുന്ന അത് നിങ്ങൾ കേട്ടതുപോലെ താമസിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ നാളുകളിൽ ആ കണ്ട ഭവനം തന്നെയാണ് ഇന്നും കാണുന്നത്. ഒരല്പം മാറ്റം മാത്രം ഹാളിൻ്റെ ഭാഗത്ത് ചെയ്തിട്ടുണ്ടതൊക്കെ നോക്കിയായിരുന്നു. അന്നൊക്കെ കരമുയർത്തി ഇവിടെ കേട്ടതുപോലെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. കർത്താവേ, ഞങ്ങൾ ഇവിടുന്ന് പോകും. ഞങ്ങൾക്കറിയാം, കാരണം ഈ സ്ഥലം ഞങ്ങൾ സ്വന്തമല്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകും. പക്ഷേ ഇവിടെ ഒരു പ്രാർത്ഥന നിലനിൽക്കണം. കാരണം ഞങ്ങൾ കുറച്ച് നാളിവിടെ താമസിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ വന്ന ആത്മീയരായ ചിലർക്കത് മനസ്സിലാകും. അബ്രഹാം ഒരു വ്യത്യസ്തമായ മേഖലയിൽ യാത്ര ചെയ്യുകയും വരൾച്ചയുള്ള സന്ദർഭങ്ങളിൽ അബ്രഹാം ആ സ്ഥലത്ത് ഒന്നും കാണുവാൻ കഴിയാതെ പച്ചയും പുറ്റിയും ഒന്ന് തോന്നിയതെല്ലാം തൻ്റെ സഹോദരനായ തന്നോടൊപ്പം നടന്ന യാത്ര ചെയ്ത ലോത്ത് തിരഞ്ഞെടുക്കുമ്പോൾ പക്ഷേ അബ്രഹാം ഒരു മൊട്ടക്കുന്നിലായിരുന്നു. അബ്രഹാമോട് കേൾക്കുന്ന ഒരു ദൈവശബ്ദമുണ്ടായിരുന്നു, നീ നെടുകയും കുറുകയും നടക്കുക, നെടുകയും കുറുകയും നടക്കുക. അങ്ങനെ ഞങ്ങൾ നടന്ന സ്ഥലം എന്ന് പറയുന്നതിൽ ഏറ്റവും സന്തോഷമുണ്ട്. ഹാലേലൂയ. പ്രാർത്ഥിച്ചു എന്ന് ഞാൻ അധികം പറയുന്നില്ല. ഞങ്ങൾ അന്നത്തെ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചിരുന്ന് കാണും, പ്രാർത്ഥിച്ചു, സത്യമാണ്. പക്ഷേ ഞങ്ങൾ ഈ സ്ഥലം വിടുവായിട്ട് ചില നാളുകളുടെ പ്രാർത്ഥനയായിരുന്നു, കർത്താവ് ഈ സ്ഥലത്ത് നിലനിൽക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടാകണം. അതാരിലൂടെ എന്നറിയത്തില്ല. പക്ഷേ എങ്കിൽ ഞങ്ങൾക്കറിയാമായിരുന്നു ഈ തലമുറ കർത്താവിന് വേണ്ടി ഉള്ളതാണ്. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ എഴുന്നേൽക്കും. ഒരു സമയം ഞങ്ങളിങ്ങനെ വാഹനം ഓടിച്ച്, ഞാൻ എൻ്റെ കാറിൽ, ഞങ്ങളുടെ സ്വന്തം കാറുണ്ടായിരുന്ന സമയം, ഇപ്പോൾ വാഹനം സ്വന്തമായിട്ടില്ല, 4 വീലർ വാഹനത്തിൽ യാത്ര ചെയ്ത് പോകുമ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞു, നോക്കണം ഒരു സ്നേഹഭവനം എന്ന് എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, കൊച്ചുകുട്ടിയുടെ പ്രേരമെല്ലാം തുടങ്ങിക്കാം. സാധാരണ ആദ്യം അങ്ങനെയല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും തുടങ്ങിയെങ്കിൽ ദൈവസ്നേഹം വരും. ദൈവസ്നേഹം ഇന്നല്ലെങ്കിൽ നാളെ ആ സ്ഥലത്ത് സന്ദർശിക്കപ്പെടും എന്നത് ഞങ്ങൾക്ക് നന്നേ അറിയാമായിരുന്നു. പക്ഷെ നാളുകൾ കഴിയുമ്പോഴെല്ലാം ഞാൻ ശ്രദ്ധിക്കും, ഹല്ലേലൂയ, ഈ ദിവസം നമ്മോടൊപ്പമായിരിക്കും. സന്തോഷമുണ്ട്. ഇത്രയും പേരെയൊക്കെ കാണാൻ കഴിഞ്ഞല്ലോ, അത് അതിലും സന്തോഷമാണ്. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. ഇത് വളരും. നിങ്ങൾക്കെല്ലാവർക്കും എത്രത്തോളം മനസ്സിലാകും എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സന്ദേശമാണ് കർത്താവ് എന്നോട് പറഞ്ഞത്. പക്ഷെ നിങ്ങളെയൊക്കെ കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു, അത് ഇവിടെ പറയണമോ എന്ന്, കേൾപ്പിക്കണമോ എന്നും ചിന്തിച്ചു പോയി. ഹല്ലേലൂയ. എന്തായാലും ശരി, കർത്താവ് തന്നത് ഗുണമായാലും ദോഷമായാലും വിളിച്ചറിയിക്കണം എന്നത് എൻ്റെ ദൗത്യം.
പ്രൈസ് ദി ലോർഡ്. ഞാനതിന് ഈ രാത്രി അതിൽ ചില ഭാഗങ്ങൾ കയറിപ്പോകും. എല്ലാം ഇവിടെ പറയുവാൻ ഇന്ന് രാത്രിത്തെ സമയം കൊണ്ട് ലഭിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം മണിക്കൂറുണ്ടെങ്കിൽ തീരുന്നൊരു സബ്ജക്റ്റാണ്. മണിക്കൂറുകൾ വേണ്ടി വരും. പക്ഷേ വളരെ ചുരുക്കമായ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവസരം ഒരുക്കിയാൽ പിന്നെയും നിങ്ങൾക്ക് കേൾക്കാം. കർത്താവിന്റെ വരവ് ദീർഘിക്കുന്നെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. എടുത്ത ആരെങ്കിലും വായിച്ച് സഹായിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. കാറ്റിനോട് പ്രവചിക്കുക, മനുഷ്യപുത്ര, നീ പ്രവചിച്ച് കാറ്റിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ശ്വാസമേ നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഗതന്മാർ ജീവിക്കേണ്ടതിന് അവിടെ മേൽ ഊതുക. ഞാനതുകൊണ്ടാ പറഞ്ഞു പോയി തുടക്കത്തിലെ ഇവിടെ പറയണമോ വേണ്ടേ എന്ന്. കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാതെ ഒരു സാഹചര്യം പോലെ തോന്നുന്നു അല്ലേ? എന്നാൽ ഒന്ന് കേൾക്ക്, ചിതറിക്കിടക്കുന്ന അസ്ഥികൾ കൂടി വരാൻ സമയമായി. ഇത് ഇസ്രായേൽ മക്കളുടെ കൂട്ടമാണ്, മറക്കരുത്. ഇവിടെ ഒരു കൊയ്ത്തുണ്ട്. സത്യം കൊയ്യുന്നവൻ യഹോവ, അവൻ ശേഖരിക്കുന്ന നാളുകളുണ്ട്. ഈ ഒരു സ്ഥിതിയിലായിരിക്കത്തില്ല ഈ കൂട്ടായ്മ. ഇതിനൊരു എഴുന്നേൽപ്പുണ്ട്. സ്തോത്രം. ഇസ്രായേൽ മക്കൾ ചിതറിക്കിടക്കുന്ന സ്ത്രീകളെ നോക്കി വ്യാകുലപ്പെട്ട് പലരും കടന്നുപോയി. ഒരു ദിവസം യെഹെസ്കേൽ എന്ന പ്രവാചകൻ നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? താൻ എന്തെയോ മാത്രം സംസാരിപ്പാൻ തുടങ്ങി. തനിക്കതിൻ്റെ കാര്യങ്ങൾ ബോധ്യമായില്ല. താൻ ചോദിച്ചു, എങ്ങനെ ജീവിക്കും? തീരെ ഉണങ്ങി, അതേ നാശമായിരിക്കുന്ന ഒരനുഭവം, അല്ലെങ്കിൽ ദേശം വല്ലാണ്ട് വരൾച്ചയുള്ള സാഹചര്യം, പ്രത്യാശയ്ക്ക് വകയില്ലാത്ത ഒരനുഭവം, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോയ സാഹചര്യം, മനുഷ്യബുദ്ധി കൊണ്ട് പലതും ചിന്തിച്ചിട്ട് അസാധ്യമെന്ന് ബുദ്ധി നമ്മോട് തന്നെ പറയുന്ന ഒരനുഭവം, പലതുമൊക്കെ നോക്കിയിട്ട് അതെങ്ങനെ സംഭവിക്കുമോ എന്ന് ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങളുടെ വിധിയെഴുത്തലുകൾ, ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവം ചോദിക്കുകയാണ് ഈ മനുഷ്യനോട്, പ്രവാചകനോട്, പ്രവാചക, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. താൻ ദൈവമായി ഒത്തിരി സംസാരിക്കാൻ തുടങ്ങി. നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആ ഭാഗം ചിന്തിക്കണം. ഈ ദേശത്ത് സംഭവിക്കാൻ പോകുന്ന ചില കാര്യങ്ങളെയാണ്. ഹല്ലേലൂയ. താൻ അല്പസമയം സംസാരിച്ചു കഴിയുമ്പോൾ ദൈവാത്മാവ് തന്നോട് പറയാൻ തുടങ്ങി, ശ്വാസമേ നീ 4 കാറ്റുകളിൽ വന്ന് ഈ നിഗതന്മാർ ജീവിക്കേണ്ടതിന് ഇവിടെ മേൽ ഊതുക. പ്രാർത്ഥിക്കുന്ന ദാനിയേൽ എന്ന ഭക്തനും കാണുകയാണ് ഒരു 4 കാറ്റ്. ഒരാൾ മാത്രമല്ലേ? പ്രവാചകനോട് ഒന്നിനോടൊന്ന്, ദൈവവചനം ഒന്നിനോടൊന്ന് പഠിച്ചാൽ ഇണയില്ലാതിരിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ദാനിയേൽ പ്രവാചക പുസ്തകം 7-ാം അധ്യായം 2-ാമത്തോട് നോക്കാമോ? നിങ്ങൾ വേഗത്തിൽ വായിച്ചാൽ നമുക്ക് വേഗത്തിൽ മുമ്പോട്ട് പോകാം. ഞാനും വേഗത്തിൽ നമുക്ക് പ്രാർത്ഥന സംഗ്രഹിക്കാം. ദാനിയേൽ പ്രവാചക പുസ്തകം 7-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ഞാൻ രാത്രി എന്റെ ദർശനത്തിൽ കണ്ടത്, ആകാശത്തിലെ 4 കാറ്റ് മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. താൻ ദർശനത്തിൽ കാണുകയാണ്, ഒരു 4 കാറ്റ് വരുന്നുണ്ട്. അതൊരു സമുദ്രമായി മാറുന്നുണ്ട്. ജനസമുദ്രമായി മാറുവാൻ എഴുന്നേൽക്കാനിരുന്ന ആളുകളുണ്ട്. ഈ തുടക്കം ഇങ്ങനെയൊക്കെ ആയിരിക്കും, ചിതറിക്കിടക്കുകയാണ്. പക്ഷേ സ്വർഗം ഈ ചിതറിക്കിടക്കുന്നതിന് മേൽ, ഞാൻ ഒറ്റ വാക്കിൽ അഭാവം പോവുകയാണ്. കാരണം അത് ഏറ്റെടുക്കുവാൻ തക്ക ഒരുക്കം പ്രാപിച്ചവരെവിടേക്ക് ഇന്ന് ഞാൻ കാണുന്നില്ല. പക്ഷെ നാളെ വരും, നാളെ വരും, നാളെ വരും, നാളെയുടെ നാൾ വരും. ഈ ചിതറിക്കിടക്കുന്ന മുഴുവനും ശേഖരിക്കപ്പെടും. ഇതൊരു കൂട്ടമായി മാറും. അവർ ദർശനമുള്ളവരായി മാറും. അവർ വെളിപ്പാടുകളുള്ളവരായി മാറും. കൃപാവരങ്ങളിൽ അവർ ജ്വലിക്കും. ആത്മാവിന്റെ ശക്തിയെ വെളിപ്പെടുത്തും. പക്ഷേ ആ നാളുകൾക്കായി
കാത്തിരിക്കുന്നു പ്രാർത്ഥിക്കുന്നവർക്കായി സ്തോത്രം. ദൈവം തന്ന ദർശനവും വെളിപ്പാടും നിവൃത്തിയാകുവാൻ ഈ ദിവസങ്ങളിൽ ഇടിവിക്കേറി താണിരിക്കുകയും ഉപവസിക്കുകയും കരയും ചെയ്യുന്നവരെ, നിങ്ങൾ വില കൊടുക്കുന്നതിന് പ്രതിഫലമുണ്ട്, മറക്കരുത്. അതൊരു കൂട്ടിച്ചേർപ്പായിരിക്കും. ബുദ്ധിക്കതീതമായ ദൈവശക്തി വ്യാപരിക്കുന്നത് കാണും, ബുദ്ധിക്കതീതമായ പ്രവൃത്തിയെ കാണും, ബുദ്ധിക്കതീതമായ ദൈവ സാന്നിധ്യം ഇറങ്ങും. ജനം ഹല്ലേലൂയ എഴുന്നേൽക്കും, അതൊരു കൂട്ടമായി വളരും. ബുദ്ധി പറയും അതല്ല, ഇതൊക്കെ വേണ്ടായിരുന്നു. ബുദ്ധി പറയും ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പോയതുകൊണ്ടാ ഇങ്ങനെ സംഭവിച്ചത്. എങ്ങനെയൊക്കെ നിൽക്കേണ്ട വ്യക്തികളാ, എങ്ങനെയൊക്കെ എത്തേണ്ടതാ, സാഹചര്യങ്ങൾ നോക്കി പലതും പറയുമ്പോൾ അതിന് വിരോധമായ ചില കാര്യങ്ങളുടെ ഇറ്റുനോവിന്റെ താഴ്വരയിലൂടെ നീർച്ചുഴിയിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവാത്മാവ് നൽകുന്ന മറ്റൊരു ഭാഗത്തിലേക്ക് വരട്ടെ. ഇസ്രായേൽ മക്കൾ മിസ്രയീമിന്റെ അടിമനുഭവത്തിലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ അവർക്കൊരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ പ്രത്യാശയില്ല. ഈ മിസ്രയീമിൻ രാജാവിന്റെ കയ്യിൽ നിന്ന്, ഈ ഫറവോന്റെ കയ്യിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല എന്ന്. കാരണം അവർ ഓരോ നിമിഷവും പീഡകളുടെ മേൽ പീഡയായി അനുഭവിക്കുന്ന കാലഘട്ടം. സ്തോത്രം. രക്ഷിപ്പാന് രക്ഷകനായി ഒരു ദൈവമുണ്ട്, നിങ്ങൾ രക്ഷിക്കുന്നു പറയുന്നു എന്ന് മോശയുടെ ദൈവശബ്ദം കേൾക്കുമ്പോ തങ്ങൾ അനുഭവിക്കുന്നത് അതുവരെ കൊടുത്തുകൊണ്ടിരുന്ന വക്കോൽ കൊടുക്കാതെ ഇഷ്ടിക കൊടുക്കണം എന്ന് പറയുന്ന ഒരു കാലഘട്ടം. പീഡകൾ വർദ്ധിക്കുകയാണ്. ഇതുപോലെ ദൈവത്തിന്റെ പ്രവൃത്തി ആദ്യം ഹല്ലേലൂയ ഒരു ദേശത്ത് വെളിപ്പെട്ട ശബ്ദം തീ പോലെ വരുമ്പോ ഹല്ലേലൂയ വെളിപ്പെടുന്ന മുഴുവനും സാഹചര്യങ്ങളും എതിരായിരിക്കാം. യെശയ്യാവിന്റെ പ്രവചനം 9-ാം അധ്യായം 8-ാം വാക്യം വായിക്കുമോ? യെശയ്യാവ് 9:8 പരിശുദ്ധാത്മാവ് അങ്ങോട്ട് നയിക്കുകയാണ്. യെശയ്യാവ് 9:8. ജീസസ് നെയിം ഷാഹേ മാഷാസേ ചങ്കില. ശ്രദ്ധിക്കണമേ ആ വാക്യം ഒരിക്കൽ കൂടെ. കർത്താവ് യാക്കോബിൽ ഒരു വചനം വെച്ച്. എങ്ങനെ ഇസ്രായേൽ മക്കൾ പുറത്തു വരും? ഒരു വചനമാ വന്നത്. മോശയുടെ ഒരു വാർത്തയാ വന്നത്. യെശയ്യാവുടെ ഒരു വാർത്തയാ വന്നത്. യേശു എന്ന രക്ഷകൻ വരും. ഈ നിമിഷങ്ങൾ ക്രിസ്മസ് കൊണ്ടാടിയവരാണ്. ഒരു വചനമാ വന്നത്. അത് പിന്നത്തേതിൽ സുവിശേഷത്തിൽ പറയുന്നു, വചനം ജഡമെടുത്ത് കൃപയും സത്യം നിറഞ്ഞവനായി ആ ലോകത്തിൽ വെളിപ്പെട്ടു മശിഹയായി. കൃപ ലഭിച്ചവരെ നിനക്ക് വന്ദനമെന്ന് പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ. പിള്ള ഗർഭത്തിൽ തുള്ളുകയാണ്. അത് അനുഭവിക്കുന്ന മറ്റൊരാളുണ്ട്. ഭയന്ന് വിറച്ച് ഒളിച്ചു താമസിക്കുന്ന ആൾ. ഇതുപോലെ ഒളിച്ചൊക്കെ കാര്യങ്ങളെല്ലാം കറവീകരിച്ച് അകത്തു വരണമെന്നും അകത്ത് ദൈവസാന്നിധ്യം അനുഭവിക്കണമെന്നും കൃപയിൽ നിറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പക്ഷേ പ്രാരംഭത്തിൽ എങ്ങനെയാ സാഹചര്യങ്ങൾ എതിരായി പോയി. അവർ ഭൗതിക ചിന്ത, പ്രായം കഴിഞ്ഞു പോയി. ഇപ്പൊ ഞാൻ ഗർഭിണിയായിരിക്കുകയാണ് ഒരു ഭാഗത്ത് ചിന്ത, അവിടെ കയറിപ്പോകുക മറിയ. ശരിയല്ലേ? ഇതുപോലെ ചില മറിയമാർ ദേശത്തിൽ എവിടെയൊക്കെ കയറിപ്പോകാൻ ഒരു സമയം വരും. അന്ന് ചിലരെ പിടിച്ചോണ്ട് വരും. കൃപ നിറഞ്ഞവരെ വന്നെന്ന് കേൾക്കുന്ന സ്വരത്തിന്റെ പിന്നിൽ ഒരു ദൈവശക്തി വ്യാപരിക്കപ്പെടും. ആ ദൈവ സാന്നിധ്യം ഒരു ചലനമുണ്ടാക്കും. അത് ആദ്യം വരുമ്പോൾ യാക്കോബിൽ ഒരു വചനം വെളിപ്പെട്ടു. ഒന്നും മനസ്സിലായില്ല. വർഷങ്ങൾ പലത് കഴിഞ്ഞു, നാളുകൾ പലത് കഴിഞ്ഞു. ഓരോരുത്തർ ഓരോ നിമിഷം നോക്കിക്കൊണ്ടിരുന്നു, എന്താ സംഭവിപ്പാൻ പോകുന്നത്. പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും വചന പണ്ഡിതന്മാരും ശാസ്ത്രജ്ഞന്മാരും നോക്കിയിരിക്കുകയാണ്. സ്ത്രീയുടെ സന്തതി ഹല്ലേലൂയ നിന്റെ തലയെ തകർക്കും. അതുകൊണ്ട് അങ്ങനെ തകർക്കാൻ ആരെങ്കിലും എഴുന്നേറ്റാൽ അവരെ തകർക്കുവാൻ തക്കവണ്ണം ലോകം കാത്തിരിക്കുകയാണ്. പക്ഷേ ഒരു വചനം വന്നു. എന്താണ് ഒരു വാർത്ത വന്നത്? യാക്കോബിൽ നിന്ന് ഒരു വചനം പുറപ്പെട്ടു. ആ വചനം എന്ത് ചെയ്തു? ഇസ്രായേലാക്കി മാറ്റി. അവർ ചിന്തിച്ചു, ഓ യാക്കോബ് ഇസ്രായേലായി തീർന്നു കാണും. ഹല്ലേലൂയ. മോശ ജനിച്ചു. ഹല്ലേലൂയ. ഒരു അരിങ്കൊല നടന്നു. ഹല്ലേലൂയ. അവർ പറഞ്ഞത് തകർക്കപ്പെടും. പോരെങ്കിൽ ആ വചനം വെളിപ്പെട്ടു മത്തായിയിൽ. ഹല്ലേലൂയ. മറിയയുടെ ഉദരത്തിൽ കുഞ്ഞ് ജനിച്ചു. പറഞ്ഞു, ഏയ് നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോഴും 2 വയസ്സുമായി താഴെ തകർത്ത് കളഞ്ഞു. അപ്പോഴും ഒരു കൊല. നോക്ക്, വാർത്തത്വം നിവർത്തിക്ക് മുമ്പിൽ ഒരിറ്റിനോവ് എല്ലാ മേഖലയിലും ഉണ്ടാകും. ചിലർക്കൊക്കെ ആഗ്രഹം കൊണ്ട് ഇവിടേക്ക് വന്നു കയറണമെന്ന്. പക്ഷെ ഒരിറ്റിനോവ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിറ്റിനോവ്.
ഒരു ഇറ്റിനോ. ഇപ്പോൾ ചിലർക്കൊന്നും ഈ ഇറ്റിനോ മനസ്സിലാകത്തില്ല, ചിലർക്കൊന്നും അത് മനസ്സിലാകത്തില്ല, ചിലർക്ക് മനസ്സിലാക്കാൻ കഴിയത്തുമില്ല. പക്ഷേ കർത്താവിന് പറഞ്ഞ ഈ ഇറ്റിനോവിൻ്റെ സ്ഥിതിയെ ഞാൻ മാറ്റും, സ്ഥിതിയെ ഞാൻ മാറ്റും, ഇറ്റിനോവിൻ്റെ സ്ഥിതിയെ ഞാൻ മാറ്റും, ഈ വേദനയെ ഞാൻ മാറ്റും, ഈ അടിമനുഖത്തെ ഞാൻ മാറ്റും, ഈ അടിമനുഖത്തിൽ ഞാൻ പുറത്തു കൊണ്ടുവരും. ആ കാറ്റാണ് ഇവിടെ വീശിയത്. പ്രവാചകന്റെ ശ്വാസമേ, നീ 4 കാറ്റുകൾ വന്ന് ഈ നിഗതന്മാർ ജീവിക്കേണ്ടതിന് ഊതുക. അതാണ് ദാനിയേൽ കണ്ടു പറയുന്നത്. സ്തോത്രം. ഞാൻ ദർശനത്തിൽ ഒരു 4 കാറ്റുകളെ കാണുകയാണ്. ഹല്ലേലൂയ. അവൻ കാറ്റ് ആദ്യം കണ്ടത്. പക്ഷെ അടുത്ത് ഈ ദാനിയേൽ എന്ന പ്രവാചകൻ പറയുന്നൊരു പദമുണ്ട്, അറിയാമോ നിങ്ങൾക്ക്? ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യം. ചരിത്രം പറയാൻ സമയമില്ലാഞ്ഞിട്ട് ഞാൻ അതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ പ്രത്യേകമായ വെളിപ്പാട്, ആ ദർശനം മാത്രം കൈമാറി കടന്നു പോകട്ടെ. ദാനിയേൽ 7:9. ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് വേരോടെ പറഞ്ഞുപോയി. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വചനം ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം 9, 10, 10-ാമത്തെ വാക്യമായി ഇപ്പോൾ വായിക്കുന്നു. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. വയോധികനായ ഒരുവൻ അതിലിരുന്നു. അവന്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും കണ്ടതുണ്ടായിരുന്നു. 7:2 കാറ്റാണ്. ശരിയല്ലേ? ഹല്ലേലൂയ. പ്രവാചകൻ പറഞ്ഞു, നീ കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല, ഉറവകൾ പൊങ്ങും. ഹല്ലേലൂയ. ചിലപ്പോഴേ കാറ്റ് കണ്ടാലായില്ലാലേ അല്ലേ? ചിലർ ഈ കാറ്റ് കണ്ട വലിയ സന്തോഷമാണ്. ഒരു വലിയ സാന്നിധ്യവും ഒരു കൊടിയെ കാറ്റടിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവശക്തിയും കൊണ്ടുവരും. നമുക്കിന്ന് സന്തോഷമാണ്, ആരാധിക്കാം, സന്തോഷിക്കാം. പക്ഷെ ഇവിടെ നല്ല വർഷിപ്പായിരുന്നു. ഹല്ലേലൂയ. പലരും ആ ഒരു തലത്തിൽ കയറി വരാത്തപ്പോൾ എനിക്ക് തോന്നി, ഒന്ന് ലഭിച്ചെങ്കിൽ ഒന്ന് സന്തോഷപ്പാണ് അല്ലേ? ഹല്ലേലൂയ. ഇനി പോരെങ്കിലും അവിടെ നിന്ന് ദൈവദാസന്മാർ എണീറ്റ് തുള്ളിച്ചാടി ആരാധിച്ച വരുന്നത്. ഇത് ഞാൻ എന്നെ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾ ബാക്കി ചിന്തിച്ചോണ്ടാ മതി. മനസ്സിലായ സഹോദരൻ? ഹല്ലേലൂയ. ചാടും തുള്ളും ആരാധിക്കും ഒരു കൂട്ടം, ഒരു സൈന്യമായി എഴുന്നേറ്റു വരും. അത് സത്യം. നാളെയല്ല, ഈ രാത്രി മുതൽ ആരംഭിക്കും. ചില ശൂന്യ സ്ഥലങ്ങളിൽ തീ വീടും പോലെ ഇരിക്കുന്നത്. യാക്കോബിൽ വീണ വചനം പിന്നത്തേതിൽ കത്തി ജ്വലിച്ചതുപോലെ കത്തി ജ്വലിക്കുന്ന ചിലർ എഴുന്നേറ്റ് വരും. അത് സത്യമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഞാനത് എപ്പോഴും കാണാറുണ്ട്. ഉണർവിന്റെ ഉച്ചകോടിയിൽ എത്തുന്ന സ്ഥലത്തല്ല ഞാൻ പലപ്പോഴും ദൈവം എന്നെ നിർത്തുന്ന മഴ ഒരു ശൂന്യതയിലായിരിക്കാം. പക്ഷെ അവിടെ കത്തിക്കുന്ന ഒരു തീ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടുകൊണ്ടിട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എഴുതി വെച്ചത്, യഹോവ ദൂരത്തു നിന്ന് പ്രത്യക്ഷനായി നിത്യസ്നേഹം കൊണ്ട് അവനെ സ്നേഹിച്ചിരിക്കുക, ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കും. ഈ സ്നേഹം വെളിപ്പെട്ട് കഴിഞ്ഞാണല്ലോ പിന്നെ കൃപ അതിന്റെ പുറകെ ഒഴുകിക്കൊള്ളും. സ്നേഹം വെളിപ്പെടാനാ ഒരു പ്രയാസം. ആ സ്നേഹം വെളിപ്പെട്ട് കഴിഞ്ഞാൽ കൃപ ഒഴുകാൻ തുടങ്ങും. പിന്നെ കൊടിയ കാറ്റടിച്ചല്ലേ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതൊക്കെ അങ്ങ് മാറുമെന്ന്. നമ്മളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ പോവാ, നിങ്ങളൊക്കെ ഉയർച്ച പ്രാപിക്കാൻ പോവാ, അതരങ്ങൾ തുറന്ന് പ്രവചിക്കാൻ പോവാ, അതരങ്ങൾ തുറന്ന് ദർശനങ്ങൾ പറയാൻ പോവാ, അതരങ്ങൾ തുറന്ന് കൃപാവരം കണ്ടു പറയാൻ പോവാ. നിങ്ങൾ ദൈവീയ കൃപയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ചിലരൊക്കെ പൊക്കിയെടുക്കുന്ന നാളുകൾ മുമ്പിൽ വരികയാ. ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ ബുദ്ധിക്ക് പറയും ഇത് അസാധ്യമാണ്. പക്ഷേ സ്വർഗം പറയും ഇതെല്ലാം സാധ്യമാക്കും കുഞ്ഞുങ്ങളെ. ഞാൻ ദേശത്തിൽ കയറി ചെയ്യും, കൊടയേണ്ടടുത്ത് കൊടും. അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ലെന്നേ, അവരെഴുന്നേറ്റുന്ന വീട്ടിനകത്തുനിന്ന് ആരാധിക്കും. ഇവിടെ നടക്കുമ്പോൾ ആളുകൾ വീട്ടിനകത്ത് ആരാധിക്കും. ഇവിടെ ആരാധന നടക്കുമ്പോൾ ആളുകൾ ദേശത്തിൽ നിന്ന് ആരാധിക്കും. യാത്ര ചെയ്യുന്ന ഇടത്തും ആത്മാവ് ഇറങ്ങിയിട്ട് അവിടെ തീ പിടിക്കും. അങ്ങനെ ഒരു കാലഘട്ടം വരുമെന്ന് ദൈവാത്മാവെന്ന് പറയുകയായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അകത്തും പുറത്തും തീ കത്തുന്ന ഒരു സമയം വരും. അകത്തും പുറത്തും ദൈവശക്തി വ്യാപരിക്കുന്ന ഒരു സമയം വരും. ദൈവസാന്നിധ്യം ആഴമേറിയ തലങ്ങളിലേക്ക് അത് കൊണ്ടുപോകും നിങ്ങളെ.
നിങ്ങൾ സാധാരണക്കാരൻ അപ്പോഴേ അറിയത്തുള്ളൂ. കാരണം എന്നറിയാമോ? ഇരിക്കുന്നത് തീയുടെ സിംഹാസനത്തിലാ. അവൻ അവിടെ ഇരുന്ന് കാണുന്നത്. ദാനിയേൽ കാണുകയാണ്, ഇതാ വയോധികനായ ഒരുവൻ ഇരിക്കുന്നു. അവന്റെ സിംഹാസനം അഗ്നി ജ്വാലയാ. ആ അഗ്നിയുടെ ചക്രങ്ങളുള്ള ജ്വാലയുള്ള ആ തീയുടെ നടുവിലിരിക്കുന്ന പിതാവാം ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് ഒരഗ്നി നദി പുറപ്പെട്ടു ഒഴുകുകയാ. അതിൽ നിന്ന് ആയിരങ്ങൾ ശുശ്രൂഷകർ എഴുന്നേൽക്കുക. 10,000 വിളിയും തെരഞ്ഞെടുപ്പുള്ളവർ വേർതിരിച്ചെഴുന്നേൽക്കുക. കാലഘട്ടം മാറും, അന്തരീക്ഷങ്ങൾ മാറും, അനുഭവങ്ങൾ ചെയ്യിച്ചാലും ദൈവജനം ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കേണ്ട ഒരു സമയം വരും. പ്രാർത്ഥിച്ച് ദാനിയേൽ ചോദിക്കുകയാണ്, ഈ ദർശനം എപ്പോഴാ നിറവേറുന്നത്? മനസ്സിലായോ? പ്രാർത്ഥിക്കുന്നത് ഒറ്റ ആഗ്രഹമുള്ളത്, ഇടുവിക്കേറുന്ന സഹോദരങ്ങളെ, ഈ ദിവസങ്ങൾ ഉപവസിക്കുന്നവരെ, നിങ്ങളുടെ എല്ലാം ഒറ്റ ആഗ്രഹമായിരിക്കും, കർത്താവേ വാഗ്ദത്തം എപ്പോഴാണ് നിറവേറുന്നേ? അല്ലേ? ദർശനം എപ്പോഴാണ് നിറവേറുന്നേ? ഇത് കണ്ട് വിളിച്ച് ഈ വാഗ്ദത്തം കേട്ടിട്ട്, ദർശനം കേട്ടു, പ്രവചനം ദൂത് കേട്ടു എത്ര നാളായ അപ്പച്ച, ഇതൊന്നും നിറവേറി കാണാൻ ഞാൻ കൊതിക്കുക. കാരണം ഇതുപോലെ വാഗ്ദത്തം കേട്ട ഒരു മനുഷ്യനായിരുന്നു അബ്രഹാം. 25 വർഷം ഈ മനുഷ്യൻ കാത്തിരുന്നു. അത്രയൊന്നും കാത്തിരിക്കണ്ട കേട്ടോ. വേഗത്തിൽ പൊട്ടിപ്പറപ്പെടാൻ സമയമായി, ഒഴുകാൻ സമയമായി. വാഗ്ദത്തത്തിന് നിവർത്തി കാണാൻ സമയമായി. യേശു ഭൂമിയിൽ ജനിക്കുന്നുവേ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടിട്ട് അവന് വേണ്ടി മൽക്കീസദെക്ക് എന്ന പേരിൽ സ്വർഗ്ഗത്തിൽ ഒരുവൻ ഇറങ്ങി വന്നു. യുദ്ധം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന, കടന്നു വരുന്ന സ്തോത്രം അബ്രഹാമിനെതിരേൽപ്പാൻ അപ്പവും വീഞ്ഞും കൊടുത്ത് കമ്മ്യൂണിസ്റ്റ് സർവീസ് അവനെ ആരംഭിച്ചു. ഈ യേശു ലോകത്തിലേക്ക് പറഞ്ഞു, എന്നെ ഭക്ഷിക്കുന്നവൻ എൻ മൂലം ജീവിക്കും. മനസ്സിലായില്ല മരണം? അതാ ഞാൻ പറഞ്ഞത്, തെളിയിക്കണമെങ്കിൽ മണിക്കൂർ എടുക്കും. ഹല്ലേലൂയ. ഇതിലെല്ലാം കൂടി ഷോർട്ടാക്കി പോകുമ്പോൾ നിങ്ങൾക്കും പിടിക്കാൻ പറ്റത്തില്ല, എനിക്കും ഒരു തൃപ്തിയില്ല. വല്ലതും മനസ്സിലാക്കി സാധനം. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഈ കാറ്റിനകത്ത് സകലവും കിടക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി 1-2 വാക്യത്തിൽ കടന്നു പോകാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിലേക്ക് പോകാം. അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിക്കും. അന്ന് രാത്രി മുഴുവനും മോശ കടൽമേൽ കൈനീട്ടി. ഒരു മോശ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു മോശ ഇവിടെ ഉണ്ട്. മോശ വരേണ്ടതില്ല, മോശ ഇവിടെ ഉണ്ട്. എടുക്കേണ്ടവർക്ക്, ഗ്രഹിക്കേണ്ടവർക്ക് പറ്റും. ഹല്ലേലൂയ. ഞാൻ പ്രത്യേകിച്ച് തലയിൽ കേട്ടിട്ട് പ്രവചനം പറയുന്ന കാര്യമില്ല, ഇതിനകത്തെല്ലാം ഉണ്ടത്. പ്രൈസ് ദി ലോർഡ്. മോശ ഇവിടെ ഉണ്ട്. മോശ കൈ നീട്ടി. പക്ഷേ സംഭവിച്ചെന്താ? അന്ന് രാത്രി മുഴുവനും ഒരു കാറ്റടിച്ചുകൊണ്ടിരുന്നു. ഈ കാറ്റിനൊരു ജോലി ഉണ്ടായിരുന്നു, കടലിനെ വിവാഹിക്കുക. വഴിയില്ലാത്തടത്ത് വഴിയുണ്ടായി. ഹല്ലേലൂയ. അസാധ്യം എന്ന് പറഞ്ഞ സ്ഥലത്ത്, പ്രശ്നമെന്ന് പറഞ്ഞ സ്ഥലത്ത്, യോർദാൻ കരകവിഞ്ഞൊഴുകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത്, തിരമാലയെ കണ്ട സ്ഥാനത്ത് പിറകോട്ട് നോക്കിയപ്പോൾ കാണാം ഫറവോനും സൈന്യവും പിറകെ വരുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ ആരാധിക്കാൻ വിട്ടേച്ചത് ശരിയാ, പക്ഷെ ഈ പുള്ളിക്കാരെ ഇപ്പോൾ ഇരുമ്പ് രഥവുമായി വരുന്നുണ്ട്, തിരികെ പിടിച്ചുകൊണ്ട് പോകണം. ഹല്ലേലൂയ. ഇസ്രായേൽ, നിങ്ങളുടെ മുമ്പുള്ള ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നോക്കിയാൽ മനസ്സിലാകും. ഇസ്രായേൽ മക്കളുടെ ഒറ്റ ചോദ്യം, അവിടെ ചവക്കുടി ഇല്ലെന്നിട്ടാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? പാവം മോശ മുകളിലേക്ക് നോക്കി വല്ലാണ്ട് ഭാരപ്പെടുകയാണ്. കൂടെ ഉള്ളവർ ചോദ്യം ചോദിച്ചപ്പോൾ മോശയ്ക്ക് മുകളിലോട്ട് നോക്കാൻ മാത്രമേ ഉള്ളൂ. മോശ പറയും, നീ വിളിച്ചിട്ടാണ്, നീ പറഞ്ഞിട്ടാണ്, നീ കരുതാന്നുള്ള വാക്ക് എന്നിട്ട് അവന്റെ ഉള്ളം ഏങ്ങലടിക്കുകയാണ്. സ്വർഗത്തിൽ ഇങ്ങോട്ടൊരു ചോദ്യം, മോശ കൈ നീട്ടത് എവിടെ? കടലിന് നീരെ. മോശ കൈ നീട്ടിയെങ്കിലേ
യഹോവയ്ക്ക് കാറ്റ് തന്നിടാൻ പറ്റത്തുള്ളൂ. അവന്റെ വായിലെ ശ്വാസം വെളിപ്പെടത്തുള്ളൂ. മോശെ, നിന്നെ എനിക്ക് ആവശ്യം എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷെ നിന്റെ കൈയൊന്ന് നീട്ടിയെങ്കിലേ, നിന്റെ വായിൽ വാർത്ത പുറത്തു വന്നെങ്കിലേ ദൈവത്തിന് പ്രവർത്തിപ്പാൻ പറ്റത്തുള്ളൂ. ഇതാണ് ദൈവപ്രവൃത്തി. 2023 കാണാത്തത് 24 പ്രാരംഭം മുതൽ ജനം കണ്ടിരിക്കും. അതിലേക്ക് കയറുന്നത് ഒരു ഞെരുക്കത്തോടെയല്ല, ആത്മാവിന്റെ ഒരു വിശാലയുടെ ഫ്ലോയോടായിരിക്കും. Praise the Lord. Praise the Lord. Praise the Lord. മോശെ കൈനീട്ട്. അന്ന് രാത്രി മുഴുവൻ കാറ്റ്. ഈ കാറ്റ് മാത്രമല്ല, പിന്നെ എന്തുണ്ടെന്നറിയാമോ? അഗ്നി പ്രകാശം നിൽക്കുക. പിന്നെ ആരുണ്ട് അവിടെ? ദൂതന്മാരുണ്ട്. മോശ കൈനീട്ട മാത്രമേ ചെയ്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ചോദിച്ചാൽ, അയ്യോ, ഇത് പുതിയ നിയമത്തിലെ ശുശ്രൂഷ അല്ലല്ലോ പറയുന്നേ, പഴയ നിയമത്തിലെ ശുശ്രൂഷ അല്ലേ? പറഞ്ഞു തരാം. അപ്പോസ്തലർ ദിവസം 4:30 പെട്ടെന്ന് വായിച്ചു. നിങ്ങൾ വായിച്ചു തന്നാൽ ഞാൻ ഇതുപോലെ ഒരുപാട് വചനം പറഞ്ഞു തരാം. ഇല്ലെങ്കിൽ എല്ലാം ചുരുക്കും, ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി കളയും. ഓക്കെ, അപ്പോസ്തലർ 4:30 പറയുന്നു, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകിയാലും സ്തോത്രം. ഇതാ ദൈവം ചെയ്യണമെങ്കിൽ നീ കൈ നീട്ടണം, നീ കൈ തൊടണം. നീ തൊടുമ്പോ നീ ചിന്തിക്കുമ്പോ, ഈ വ്യാധിയുടെ ഞാൻ കൈവച്ച സൗഖ്യം വരുമോ? ഈ മരിച്ചത് എഴിച്ചു വരുമോ? ഈ ക്യാൻസർ എന്ന് പറഞ്ഞ് തലമുടിയെല്ലാം പോയതാ. കണ്ടാലാകെ കൂടി, കണ്ടാലോ ആളറിയുന്നില്ല. ഈ നിലയിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ഡോക്ടർ പറഞ്ഞ് തീർന്നു. പേടിക്കരുതേ, 100 കണക്കിന് തീർന്നു എന്ന് പറഞ്ഞത് എഴുന്നേൽക്കുന്നത് കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലൊരു കാര്യം മാത്രം, ഒരു സംഭവം മാത്രം നിങ്ങളുടെ വിശ്വാസമായി പറയാം. ഒരു സഹോദരി ഖാലിനെ വിളിക്കുക, സാറേ ഒന്ന് വരണം പ്രാർത്ഥിക്കുക. എൻ്റെ ചർച്ചിലെ വിശ്വാസിയോടെയാണ്. അമ്മ മരിക്കാൻ നടക്കുക, എല്ലാവരും വന്നു, സഹോദരങ്ങളെല്ലാം വന്നു, ഇനി ഒന്ന് പ്രാർത്ഥിക്കണം, അങ്ങോട്ട് പറഞ്ഞു വിടാൻ. അങ്ങനെ എന്നെ ആരും വിളിക്കരുത്, ദയവ് ചെയ്ത് വിളിക്കരുത്, ഇനിയും വിളിക്കരുത്, ഇത് കേട്ടിട്ടും വിളിക്കരുത്. കാരണം അങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചാൽ എൻ്റെ പ്രാർത്ഥന ഇവർ എഴുന്നേറ്റിരുന്ന് വെള്ളം ചോദിച്ച് ചോറും കഴിച്ച് ജീവിച്ച സംഗതി പ്രശ്നമാവും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇത് കഥ പറയലെന്നേ. ഒരു വീട്ടിൽ വിളിക്കുക, ഒരാളങ്ങ് അമേരിക്കയിൽ, ഒരാളങ്ങ് പിന്നെ ജർമ്മനിയിൽ അങ്ങോട്ട് ഇരിക്കുക. ഇവർക്ക് മക്കളും മരുമക്കളൊക്കെ ഉണ്ടെന്നേ, അവരൊക്കെ കെട്ടിച്ചയച്ച്, ഞാൻ വാക്കിൽ പെട്ടെന്ന് പറയാൻ കേട്ടോ, അവരെ കെട്ടിച്ചയച്ചു. അപ്പോൾ നാട്ടിൽ അവർക്ക് സീരീസ് എന്ന് പറഞ്ഞ് വിളിച്ച് വർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്നെ വിളിച്ച് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥന, ഒരു പിശാചിന്റെ പോരാട്ടം, ഈ കെട്ടി ഞങ്ങൾ പൊട്ടിച്ചു യേശുവിന്റെ നാമത്തിൽ. ബന്ധനം ഒന്ന് പൊട്ടി, അവരെണീറ്റിരുന്ന് സുഖത്തോടെ ഇരുന്നു. അപ്പൊ അവരുടെ ഇങ്ങനെ നോക്കുക. ഞാൻ പറഞ്ഞേക്കും എല്ലാം മനസ്സിലായോ? കാരണം ഈ അമ്മച്ചി അങ്ങോട്ട് പറഞ്ഞേക്കാനാണ് വിളിച്ചത്. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ അമ്മച്ചി അഴിച്ച് ചോദ്യം കയറിയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ ഇനി വിളിക്കും ആരെങ്കിലും. ഇതാണ് വിഷയം. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ കൈ നീട്ടണം. കാരണം നിന്റെ വിളി എന്ന് പറയുന്നത് കൊല്ലിക്കുവാനല്ല, മരിച്ചുകൊണ്ടിരിക്കുന്നതിന് ജീവൻ കൊടുക്കുവാനാ. മരിക്കുന്നതിന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുമ്പിൽ ജീവനുള്ളതിനെ ചിലരെ വിളിച്ചു വരുത്താൻ ദൈവം നിന്നെ കണ്ടിരിക്കുമ്പോൾ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിപ്പാൻ വചനമില്ല സഹോദര, ജീവിക്കാൻ വേണ്ടി പ്രാർത്ഥിപ്പാൻ വചനമുണ്ട്. ഞാൻ പ്രാർത്ഥിച്ചു മരിച്ചവരെയും ജീവികൾക്കും അധിപതിയായവരെ ഇപ്പോൾ ഈ സഹോദരി എഴുന്നേറ്റ് വരട്ടെ. അവരൊക്കെ ജീവിച്ചു. പുറത്തിറങ്ങിയിട്ടവരുണ്ട് ഇങ്ങനെ പറഞ്ഞു, സാറെ വിളിച്ചത് മരിക്കാനാണ്, പ്രാർത്ഥിക്കാൻ വേണ്ടി. ഞങ്ങൾക്കെല്ലാം തീത്തിട്ട് സ്വത്തൊക്കെ ഒന്ന് വീതിച്ചെടുത്ത് അങ്ങോട്ട് പോകാൻ വേണ്ടിയാണ്. ഇനി അവർ കാത്തിരുന്നില്ലേ പറ്റൂ. ഇതുപോലെ ഒരു പ്രാവശ്യം വീണ്ടും വരണ്ടേ. അവർ വിചാരിച്ചത് പ്രശ്നമൊക്കെ തീർന്നു. അങ്ങനെ ഒരു പരിധി കഴിഞ്ഞ ആളുകൾ പറയുന്നത് ഇനി ഒന്ന് ചത്തെങ്കിൽ ഉള്ളതൊക്കെ എടുക്കാമായിരുന്നു. പിന്നെ ഈ ചിലരൊക്കെ എഴുതി വെക്കുന്നത് കാലശേഷം, എൻ്റെ കാലശേഷം. അങ്ങനെ ആരും എഴുതരുതേ. പിള്ളേര് വലിയ വിഷമിക്കും. കൊടുക്കേണ്ടത് കൊടുത്തിട്ട് അവരെ നല്ല അനുഭവം കാണും. എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് വേദനയായിരിക്കും. ഞാൻ അതാ പറഞ്ഞു, സമയം കിട്ടിയ എല്ലാ മേഖലയും ഇങ്ങനെ കയറി ഇങ്ങനെ പോകും. പക്ഷെ എൻ്റെ വെളിപ്പാടത്ത് എല്ലാം ഉണ്ട്, തരാൻ പറ്റത്തില്ല, സമയമില്ല. അതാ വിഷയം. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇത് പിള്ളേർ പറയും, ഇപ്പോഴും ചത്തില്ലേടാ,
പ്രതീക്ഷ അങ്ങനെ എടുക്കാന്ന്. അവരെ എന്ത് കാര്യം എന്തറിയാമോ? ഇനി അപ്പനും അമ്മയും വല്ല വയസ്സായ പിന്നെ എന്താണ്? വെള്ളം എടുക്കണം. എത്ര സ്ഥലമൊന്നറിയാം. അങ്ങനെ ഇവിടെ വിളിക്കുക, വിളിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്ന് വരത്തില്ല, നാളെ വരത്തുള്ളൂ. കേട്ടാൽ നിങ്ങൾ എന്തിരിക്കും? നിങ്ങളുടെ പാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ഉപദേശി അല്ലെങ്കിൽ അച്ഛൻ പാസ് ആരായിക്കോട്ടെ, ആരെങ്കിലും ഒരാൾ കാണുമല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ മാറി ഇങ്ങനെ ദൈവ സാന്നിധ്യമൊക്കെ അനുഭവിച്ച് ദൈവകൃപയിലേക്ക് വന്നത്. ശരിയാണല്ലേ? ഇരുട്ടിയിരുന്ന നേരം വലിയൊരു വെളിച്ചം കണ്ടതുപോലെ നമ്മുടെ അകത്ത് കയറിയ വെളിച്ചവും നമ്മുടെ അകത്ത് പിടിച്ച ദൈവ സാന്നിധ്യമാണല്ലോ നമ്മൾ ഇവിടെ എത്തിച്ചത്. അതിനേതൊക്കെ കാലഘട്ടമുണ്ടല്ലോ. അങ്ങനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, നാളെ 9:30-10 മണിക്കകത്ത് ഞങ്ങൾ എത്തും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഫോൺ കട്ട് ചെയ്തു. വീണ്ടും വിളിച്ചു. അപ്പോൾ പറയും നാളെ വരും. അടുത്തും വിളിച്ചു, നാളെ വരും. ബ്രദറെ, അമ്മ മരിക്കാൻ കിടക്ക്, നാളെ വരുമെന്ന് പറഞ്ഞ് കേട്ടാ കൊച്ചെ ഫോൺ വെച്ചു. പിറ്റേ ദിവസം ഞാനും ഭാര്യയുടെ അവിടെ പോയി. ആ അമ്മയുടെ പേര് രാധ എന്ന കഥയല്ലേ സംഭവം പറയുന്നേ. രാധസവരി എണീറ്റ് വരണം. ഒരു വാക്കും പ്രാർത്ഥിച്ചില്ല. അവർക്ക് എണീറ്റ് വന്നു. അതാ ഞാൻ പറഞ്ഞത്, ഒരു വാർത്ത നിങ്ങളുടെ വായിന്ന് പോകാനാ കാത്തിരിക്കുന്നേ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അത് അധികാരത്തിന്റെ ശബ്ദമായിരിക്കണം, അത് ആത്മനിയോഗത്തിൻ്റെതായിരിക്കണം, അത് വെളിപ്പാടിൻ്റെതായിരിക്കണം, അത് ദർശനത്തിൻ്റെതായിരിക്കണം. അമ്മ വീണ്ടും 4 വർഷം കൂടി സന്തോഷത്തോടെ ജീവിച്ചിരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കർത്താവിനെ ധരിച്ച് പരിശുദ്ധാത്മാവിനെ ആരാധിച്ച് സന്തോഷത്തോടെ അവർ സ്നാനപ്പെടുമ്പോ സ്വതന്ത്രം നീ ചെയ്തെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ലോ. നിങ്ങൾ കേട്ടോ, നിങ്ങൾക്ക് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാൻ പറ്റിക്കൊടുത്തോ, ഇത് കേട്ടതൊക്കെ കിട്ടും. പക്ഷെ നിനക്ക് നന്മ കിട്ടും. ഇരമയോ പറഞ്ഞില്ലേ, നീ ആ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവിടെ പട്ടണത്തിൽ നമ്മൾ നിനക്ക് നിന്ന് വരും. ഒരു മോതിരം ഒരുക്കി കൊണ്ട് തന്നേ. അല്ല, മനസ്സിലായ നിങ്ങൾക്ക്? ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോന്നേ. നിങ്ങളിന്ന് വിശ്വാസിയായിരിക്കണം. നാളെ ആലയത്തിലെ തൂണുകളായി മാറും. ഇന്ന് വില കൊടുത്ത് പ്രാർത്ഥിപ്പാൻ ചിലപ്പോൾ ഈ സഹോദരങ്ങൾ പറയാൻ ഇന്ന വിഷയം പ്രാർത്ഥിക്കാം. നിങ്ങൾ വീടുകളിലിരുന്നോ ഇവിടെ വന്നോ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. നാളെ ഉപയോഗിക്കുന്നത് നിങ്ങളായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പ്രാർത്ഥിക്കുന്നത് അറിയത്തില്ല. എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ പ്രാർത്ഥിക്കുക. അപ്പൊ നാം ചിന്തിക്കും, അയ്യോ എന്തിനാ ഞാൻ ഈ സമയം ചെലവഴിക്കുന്നത്, എനിക്കെന്ത് കിട്ടും? ഹല്ലേലൂയ. ഇതൊരു ഭാഗ്യെന്ന് വേറിത്തം പറയും. അപ്പൊ പറയണം, എനിക്ക് ഇവിടെ എന്ത് കിട്ടുമെന്നല്ല ലക്ഷ്യം, ഞാൻ അവിടെ പോയിരിക്കും. ഹല്ലേലൂയ. ഒരു കാറ്റ് വീശുന്നൊരു ദിനമുണ്ട്. ആ കാറ്റ് വീശുമ്പോ സഭ എടുക്കപ്പെടും. അതിനായി കാറ്റ്. ഹല്ലേലൂയ. നമ്മുടെ അകത്തെ മനുഷ്യനെ തീ പിടിപ്പിക്കുന്ന ഈ കാറ്റാ. ഹല്ലേലൂയ. നമ്മെ ഒരുക്കുന്നത് ഈ കാറ്റാ. നമ്മുടെ ആവശ്യം നിറവേറ്റുന്നത് ഈ കാറ്റാ. നമ്മളെ അവിടെ എത്തിക്കുന്നത് ഈ കാറ്റാ. നമ്മുടെ മൂക്കിലെ ശ്വാസം പോകുമ്പോ നമ്മളെന്താ പറയും? കാറ്റ്. സൈക്കിൾ ഷാപ്പല്ല ഇത്, മനസ്സിലായില്ല നിങ്ങൾക്ക്? ഹല്ലേലൂയ. അല്ല, ശരിയല്ലേ? നമുക്കൊരു പമ്പ് വാച്ചുകൊണ്ടുവരാം, അടിക്കാം, നിറച്ചെടുക്കാം. ആ കാറ്റിന്റെ കാര്യമല്ലേ പറഞ്ഞേ. ഞാൻ പറഞ്ഞത് സ്വർഗത്തിൽ നിന്ന് വന്നൊരു കാറ്റുണ്ട്. അതിനെക്കുറിച്ച് ഭക്തൻ പാടി ഇങ്ങനെയാണ്: സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക, ശുദ്ധമാം പ്രാവേ നീ എന്നിൽ വന്നിരിക്കുക, ജലത്തിന്മേൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവേ, ബലത്തിന്മേൽ ബലപ്പെടുവാൻ എന്നിൽ വന്നിറങ്ങണമേ, ബലത്തിന്മേൽ ബലപ്പെടുവാൻ എന്നിൽ വന്നിറങ്ങണമേ. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക, ശുദ്ധമാ പ്രാവേ നീ എന്നിൽ വന്നിരിക്കുക, അഗ്നിയാഭിഷേകം ഇന്നും വേണം ദൈവമേ,
എപ്പോഴും എൻ പാത്രം കവിഞ്ഞൊഴുകാൻ നിറയ്ക്കണമേ. എപ്പോഴും എൻ പാത്രം കവിഞ്ഞൊഴുകാൻ നിറയ്ക്കണമേ. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക. ശുദ്ധമാം പ്രാവേ നീ എന്നിൽ വന്നിരിക്കുക. ഒന്നാമത്തെ കാറ്റ് ചിതറിക്കിടന്നിലെ ഒന്നായി ചേർത്ത് അവരെ ജീവനദേഹിയായി ജീവിപ്പിക്കുന്ന ആത്മാവോട് ചേർത്തണമെങ്കിൽ, രണ്ടാമത്തെ കാറ്റ് ആവശ്യത്തെ നിറവേറ്റുന്ന കാറ്റ്, വഴി അടയപ്പെടുന്നിടത്ത് വഴി തുറക്കുന്ന കാറ്റ. മോശ കൈനീട്ടി യഹോവ കടലിൽ കാറ്റടിപ്പിച്ചു. ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നു. അവിടെ നിന്ന് വീണ്ടും പറയുകയാണ്, പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം, നേരത്തെ നമ്മൾ 14 വായിച്ചത്, 15-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. നിന്റെ കാറ്റിനെ നീ ഊതിച്ചു, കടൽ അവരെ മൂടി, അവർ ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. അങ്ങനെ ആ വാക്യം കാണാതിരിക്കും. ശരിയാണോ? യെസ്. ഒരിക്കൽ എഴുത്തോട് വായിച്ചോ. നിന്റെ കാറ്റിനെ ഊതിച്ചു, കടൽ അവരെ മൂടി. ഇപ്പൊ നമ്മളെ ഞെരിക്കുന്നതിനെല്ലാം തകർക്കാൻ ഒരു കാറ്റ് തമ്പുരാൻ വരാൻ പറയും. എല്ലാം മൂതും, എല്ലാ അപവാദവും മാറും, എല്ലാ ആക്ഷേപവും മാറും, എല്ലാ നിന്ദയും മാറും, എല്ലാ പരിഹാസവും മാറും, എല്ലാ ചോദ്യങ്ങളും മാറും, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരും. നിന്നെ ആത്മാവ് ഒരുക്കി ആരാധിപ്പാൻ ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകും. 47 കാണുന്ന പോലെ അവൻ 1000 മുഴ മറന്നു, വെള്ളം നരിയോണികളമായി, പിന്നെയും 1000 മുഴ മറന്നു, മുട്ടാളമായി, പിന്നെയും 1000 മുഴ മറന്നു, അരയോളമായി, പിന്നെയും 1000 മുഴ മറന്നു. നീന്തിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു നദിയായി മാറി. ശരിയല്ലേ? ഹല്ലേലൂയ. ദൈവ പൈതലേ, ചിലർ വരാൻ പോകുന്നതേ ഉള്ളൂ. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. ഓ, നീ വന്നതല്ല, ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നതാണ്. നീ സ്തോത്രം, ഹല്ലേലൂയ, ഏതൊക്കെയോ സാഹചര്യങ്ങൾ നിമിത്തം തകർന്നു പോകേണ്ട സ്ഥാനത്ത് ലോകത്തിന്റെ പ്രഭുവായവൻ കണിയൊരുക്കുമ്പോ ആ പ്രതികൂല നീർച്ചുഴിയുന്നു ഈയം പോലെ ചിലരെ താഴ്ത്തി കളഞ്ഞിട്ട്, ഫറവോനെയും കൂട്ടനെയും തകർത്തു കളഞ്ഞിട്ട്, ഞാൻ നിനക്ക് വരെ മനുഷ്യരെയും ജാതികളെയും കൊടുക്കുമെന്ന് പറഞ്ഞവർ കൊടുത്തിട്ട് നിന്നെ ദേശത്തിന് നടുവിൽ തല ഉയർത്തി നിർത്താനാണ്. ദൈവ വിളിയുള്ളവരെ, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു പറയുന്നവരെ, ദൈവ വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ, കാലിൽ ഭയപ്പെടരുത്. ദൈവത്തിന്റെ വിളി നിന്റെ മേലുണ്ട്. നീ നശിക്കുമെന്ന് ലോകം കാത്തിരിക്കുമ്പോൾ നിന്നെ ദൈവം തല ഉയർത്തി ഉപയോഗിക്കുന്നതായിരിക്കും കാണാൻ പോകുന്നത്. അതാണ് 2024 എന്ന് പറഞ്ഞാൽ എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന ഇടത്ത് ചിലതിനെ എഴുന്നേൽപ്പിച്ച് നൽകും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത, നിങ്ങൾ ചിന്തിക്കാത്ത ചില ശൗലുമാരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം. മനസ്സിലായില്ല. ഹല്ലേലൂയ. മനസ്സിലായവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അകത്തളത്തിൽ ആത്മാവിന്റെ ഇടപെടലെത്തുമ്പോൾ ലോകം പറയും എന്തൊക്കെയോ സംഭവിക്കുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല. അതെ, നമുക്ക് മനസ്സിലാകത്തില്ല. തമ്പുരാൻ ഒരു കാറ്റടിച്ചപ്പോ ഇസ്രായേൽ മക്കൾ അക്കരെ കയറ്റി. അവർ സന്തോഷത്തോടെ അങ്ങോട്ട് മിരിയാം തപ്പെടുത്തു പാടി മഹോന്നതനായ ദൈവത്തിന് നന്ദി പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു കൊടുത്തു. എലീമിൽ 70 ഈത്തപ്പനയും 12 നീരുറവയും ഒരുക്കി വെച്ചു. അതിനു മുമ്പ് ഒരു മാറ ഉണ്ടായിരുന്നു. ഇതുപോലെ ചിലതൊക്കെ കയറി പിടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ മാറയാണ് വെളിപ്പെട്ട് വരുന്നത്. പേടിക്കരുത്, മാറയെ മധുരമാക്കേണ്ടവർ നടുവിലുണ്ട്. ചില കാറ്റുകൾ അടിക്കുമ്പോ ചില നഷ്ടങ്ങൾ പോലെ തോന്നിയേക്കാം, അല്ലേ? അങ്ങനെയുള്ള കാറ്റ് ഉണ്ട് കേട്ടോ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ 4 കാറ്റിൽ ഒന്ന് അങ്ങനെയുള്ള കാറ്റാണ്. ചില നഷ്ടങ്ങൾ വരുത്തും. നിങ്ങൾക്കിവിടെ വായിച്ചു യോനയുടെ പുസ്തകം 1-ാം അധ്യായം 4, 5, 6 അവിടേക്ക് വരുമ്പോ യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റിനെ അടിപ്പിച്ചു. അങ്ങനെ വായിക്കുന്നത് ശരിയല്ലേ? എടുത്തോണ്ടേ വായിച്ചോ. ഞാനെല്ലാം പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് അവസരം തരണ്ടേ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യോനയുടെ പുസ്തകം 1-ാം അധ്യായം 4, 5, 6. യഹോവയോ കണ്ടോ, ഈ പെരുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ കാണുന്നത് നഷ്ടമായിരിക്കും ആദ്യം, പക്ഷെ പേടിക്കരുത്. ഹല്ലേലൂയ. കാരണം എന്താ? ഇത് തർശീശ് കപ്പലാണ്.
ഇതിൽ വരുന്ന എന്താണ്? ആനക്കൊമ്പ, മയിൽ, ചന്ദനം, വിലപിടിപ്പുള്ള സാധനം, ഹീരാന്റെ കപ്പലോടുകൂടി. ഇത് ആർക്ക് വേണ്ടി പോകുന്ന? ശലോമോൻ രാജാവിന്. ഈ കപ്പലാണ് കൈയാണിച്ച് ആര് കയറിയിരിക്കുന്നത്? യോന. ഇതുപോലെ വലിയ സാധനങ്ങളും സാമഗ്രികളുള്ള വലിയ വീട്ടിനകത്തെ ഏതെങ്കിലും യോന ഉണ്ടെങ്കിൽ സംഗതി പെരുങ്കാറ്റടിക്കും. കേട്ടപ്പോഴേ ഒരു പ്രയാസം അല്ലേ? ചിരിച്ച ആളുകളൊക്കെ ഒന്ന് ചിരിക്കാണ്ടിരിക്കണം, ഒന്ന് അന്നാ സന്തോഷിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പെരുങ്കാറ്റ് വന്നു കഴിഞ്ഞാൽ ഈ ഉറങ്ങണ ആളിനല്ല പ്രശ്നം. യോന അടുത്തെട്ടി പൈസ ഉറങ്ങുക, ശരിയല്ലേ? ഇവന്റെ ഉറക്കത്തിന്റെ മാറ്റം സുഖം ഉറക്കാം. പ്രാർത്ഥിച്ച് ആരോപിച്ചുകൊണ്ടിരുന്ന വാറ്റത്തുള്ള ആളുകൾ ഉറങ്ങാൻ കാണത്തില്ല. അവർക്ക് സുഖം ഉറക്കാൻ ഒരു പ്രശ്നം കാണത്തില്ല. മറ്റോ പറയും എന്റെ തല തകർക്കത്തില്ല, ഉറങ്ങിക്കോട്ടെ 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 ഉറങ്ങിക്കോട്ടെ. കണ്ടോ, വാഗ്ദത്തമുള്ളവനെ, ദർശനമുള്ളവനെ, ദൈവശബ്ദമുള്ളവനെ പ്രവചിക്കേണ്ടത് ഉറക്കുന്ന ലോകം മറക്കരുതേ. ഇതൊരു വാണിങ്ങ. ഞാൻ ഇതിലേക്ക് ഇപ്പൊ കയറുന്നില്ല. പ്രൈസ് അല്ലാഹ്. അവനെ ഉറക്കും. സാഹചര്യം പറയും, എത്ര നല്ല കുടുംബത്തിലുള്ളതാ, ഇങ്ങനെയൊക്കെ ആവേണ്ടതൊന്നും ആയിരുന്നില്ല. അല്ല, മനസ്സിലായ നിങ്ങൾക്ക് എന്ത് സ്ഥാനമാനത്തിലെത്തേണ്ടതാ, എന്ത് നല്ല ജോലിയിൽ എത്തേണ്ടതാ എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ നമ്മൾ തന്നെയല്ലേ. ശരി തന്നെ. ചിലർക്ക് മനസ്സിലായിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? ആ ബാക്കി പൂരിപ്പിക്കുന്നില്ല. ഇവിടെ യോനയോട് കേറിയ കപ്പൽ വല്ലാത്ത കപ്പല, താർശീഷ് കപ്പല. പോരെ വിളിച്ചവിടേക്കാ നെനവയ്ക്കുക. നെനവിടെ രാജാവിന്റെ സ്വഭാവം എന്താണ്? അവരെ രാജാവിനെതിരെ നിയമാദികൾ എന്തെങ്കിലും പറഞ്ഞാൽ, കൈ ചലിപ്പിച്ചാൽ അവന്റെ കണ്ണിനെ പോലും കുത്തി പഠിച്ചു കളയും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചരിത്രത്തെ പഠിക്കും, ഞാൻ പറയുന്നത് കാണാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ ഭീകരത നിറഞ്ഞൊരു രാജാവാ നിലവ ഭരിക്കുന്നത്. ഈ ഭീകരത നിറഞ്ഞ രാജാവിനെ പിടിക്കാനേ യോനയുടെ വായിലെ ഒരു വാർത്ത മതി. 40 ദിവസം കഴിഞ്ഞാൽ നിലവെ പെട്ട 3 വർഷം. ഇതാ പെരുങ്കാറ്റ്. ഒരു വേദനിക്കുന്ന ശബ്ദം അതിനുണ്ടാകും. പോരെങ്കിൽ ആ വീട്ടിനകത്താകട്ടെ ഒരു വേദനയായിരിക്കും, കപ്പലിലാകട്ടെ ഒരു വേദനയായിരിക്കും. അവസാനം എല്ലാം കൂടി തീർന്നു ചോദിക്കും, നീ ഒരുത്തനാ കാരണം. എന്ത് ചെയ്തിട്ട് എടുത്ത കടലിട്. എളുപ്പമല്ലേ ഈ പറയാൻ? സംഭവം പുള്ളിക്കാരെ ഉറങ്ങിയ ക്ഷീണം പോലും മാറിയില്ല. കാപ്പി പിടിച്ചോന്ന് സംശയമുണ്ട്. അല്ല, മനസ്സിലായോ നിങ്ങൾക്ക്? ഈ പുള്ളിക്കാരൻ തന്നെ പറയാം, എടുത്ത കടലിട്ട് പ്രശ്നം തീരും. എടാ, നീ അത് ജാതിക്കാരല്ല, നീ എവിടെന്നാ വരുന്നേ? ഞാൻ എബ്രായൻ. കടലും കരയും ഉണ്ടാക്കിയ ദൈവത്തെ തിരിച്ച്, എടാ നീ ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തിന്റെ ശബ്ദം തെറ്റിച്ചു വരുന്നു. കേട്ടവർക്ക് ഭയം. അവൻ എബ്രായനിൽ ദൃഢ നിശ്ചയമുണ്ട്. അവനിൽ പ്രാർത്ഥന മനുഷ്യനായിരിക്കും. അവൻ ദൈവത്തോട് ബന്ധമുള്ളതായിരിക്കും. മറക്കരുത് ദൈവമല്ലേ. ഇതല്ലേ ആളുകൾ ഭയപ്പെടുന്നത്. ആരെ മോശയോ ആരെ യഹൂദനോ അവനോട് നീ ജയിക്കത്തില്ല. ഹല്ലേലൂയ. യഹൂദനെ കൊട്ടാൻ അവൻ ചോദിക്കും, വേറെ ഒരാളുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ യഹൂദരെന്ന് നല്ല ഉറപ്പുണ്ടോ? സാറേ, ആദ്യമായിട്ട് കരുതി വന്നിട്ട് ഞാനൊക്കെ ചോദിച്ച് ഞങ്ങളാകെ കൂടി വിഷമിക്കില്ലേ സാറേ? ചോദ്യം നിർത്തി. മനസ്സിലായോ? ഹല്ലേലൂയ. നിങ്ങൾ യഹൂദരല്ലെന്ന് പറഞ്ഞ് ചിന്തിച്ച് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ യഹൂദരെന്ന് തെളിയിക്കാൻ പോവുക. നിങ്ങൾ മറുപടി പറയണ്ട. ഞാൻ തന്നെ ചോദ്യം ചോദിച്ച് മറുപടി പറഞ്ഞുതരാം. അപ്പോസ്തലർ 2:5 അല്ല, ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ വിഷമിച്ചൊന്നും വേണ്ടല്ലോ. നിങ്ങൾ ആശ്വസിക്കണ്ടേ? ഞാൻ വന്നത് ആശ്വാസം പറയാനാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊക്കെ നീ പറയണം കേട്ടോ. നാളെയുടെ സമയത്ത് ഞാൻ കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. നാളെയുടെ സമയത്ത് ഞാൻ എഴുന്നേൽപ്പ് വെച്ചിട്ടുണ്ട്. നാളെയുടെ സമയത്ത് ഞാൻ ഈ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. ഹല്ലേലൂയ. യെഹെസ്കേൽ 47 നിങ്ങൾ വീട്ടിൽ പിന്നെ വായിച്ചോ. അവിടെ കാണുന്നത് പോലെ ഈ വെള്ളം ചെന്ന് സമുദ്രത്തിലിട്ട് മഹാ മത്സ്യമായി തീരും. വരെ മീൻ പിടിക്കാർ വല വീശും. അവിടത്തെ മത്സ്യം വലിയതായിരിക്കും. അത് എല്ലാം കൂടി അടുത്ത് പറയാണ്, ഇത് മനുഷ്യ മത്സ്യമായിരിക്കും. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടം വെളിപ്പെടാൻ പോകുമോ? ഞാനിത് അറിയിക്കായിരുന്നു എന്നോട് ചോദിക്കത്തില്ലേ? അതാ ഇതിന്റെ രഹസ്യം. വായിച്ചോ. അപ്പോസ്തലർ 2:5 ജാതികളിൽ നിന്ന് യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷൻ. ആരായിരുന്നു? കേട്ടില്ല? അത് മാത്രമേ പറയത്തുള്ളൂ. അതിന് മുമ്പ് ഇനി കൊണ്ടുവന്ന ഒരു രഹസ്യം കിടക്കണം അതിനടുത്ത്. അന്ന്
എവിടെ നിന്ന് വാർത്തേ? എവിടെ നിന്ന് വാർത്തേ? യെരുശലേമിൽ നിന്നും. അതാണ് എനിക്ക് ആവശ്യം. അതാണ് എനിക്ക് ആവശ്യം. സകല ജാതികളിൽ നിന്ന് വന്ന് കറുത്തവനാ വെളുത്തവനാ, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ല, തുടക്കത്തിൽ സമയമില്ല, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. മനസ്സിലായോ? ഹല്ലേലൂയ. വിധി പറയുന്ന നടുവിൽ ഞാൻ പറയട്ടെ, ജാതികളിൽ വന്ന യഹൂദനാ ഈ കാണുന്ന മുഴുവനും. പേടിക്കരുത്, അതരം തുറന്ന് സ്തുതിച്ചോ. കാറ്റ് വീശട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ, മനുഷ്യരുടെ കൂട്ടമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ യഹൂദരാണോ? യെസ്. എവിടെ നിന്ന് വന്നേ? ഒരിക്കൽ നമ്മുടെ അപ്പൂപ്പന്മാരോ അമ്മച്ചിമാരോ ഒക്കെ ഇവിടെ കേട്ടതുപോലെ ജാതികളിൽ നിന്ന് വന്നവരായിരിക്കാം. അവരിങ്ങോട്ട് വരും. അവരാരും മാറിയില്ലെങ്കിൽ നമ്മൾ അതിൽ നിന്ന് ഇപ്പോൾ ഇങ്ങോട്ട് മാറി. എങ്ങോട്ട്? യഹൂദരായിട്ട്. ശരിയല്ലേ? ഇത്രയേ ഉള്ളൂ. ഇപ്പൊ യഹൂദരായോ? ഇല്ലേ? ഇനി പോരെങ്കിൽ യഹൂദനെന്നും യവനെന്നുമില്ല, കർത്താവ് എല്ലാവർക്കും സമമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദരായി മാറിയവർക്ക് സ്വത്രം മാറാനുള്ള ഒരു വേഗത്തിൽ മാറും. കൂട്ട സ്നാനങ്ങൾ വരുന്ന ആള് നടക്കും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജനം എഴുന്നേറ്റു വരും, ജനം എഴുന്നേറ്റു വരും, ജനം എഴുന്നേറ്റു വരും, ജനം എഴുന്നേറ്റു വരും. ജനത്തിന്റെ സ്ഥിതിയെ മാറ്റാൻ തമ്പുരാനിൽ കാറ്റയച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ആ കാറ്റ് എന്തായിരുന്നു? അവൻ യാക്കോബിൽ ഒരു വചനം വെളിപ്പെട്ടു. നിങ്ങൾ കണ്ടല്ലോ. പ്രവാചക നീ കാറ്റിനോട് പ്രവചിക്കുക. ദാനിയേൽ എന്ന് പറയുന്നു 4 കാറ്റ് കാണുന്നു. അവിടെ എഗസ്റ്റ് എന്ന് പറയുന്നു വിശ്വാസമേ 4 കാറ്റ് എന്ന് പ്രവചിക്കുക. രണ്ടാമത്തെ കാറ്റ് എന്തായിരുന്നു? ഇസ്രായേൽ മക്കൾ ആവശ്യം നിറവേറ്റിയായിരുന്നു. ഇസ്രായേൽ മക്കൾ നിങ്ങൾ എവിടെങ്ങോട്ട് പോകണം? മിസ്രൈമിന്റെ അടിമത്തിൽ കഷ്ടപ്പെടുകയാണ്, വേദനിക്കുകയാണ്, പ്രശ്നങ്ങളായി ഭാരപ്പെടുകയാണ്. ഇവരെ അക്കരെ കടത്തണം. ഒരു കാറ്റ് വന്ന് അക്കരെ കടത്തി. ശരിയാണോ? കാറ്റ് വന്ന് അക്കരെ കടത്തി മാത്രമാണോ? തിന്നാൻ കൊടുത്തത് കാറ്റ്. ഹലോ, കാണണമോ തിന്നാൻ കൊടുത്ത കാറ്റാണെന്ന്? ഓ, ഇയാള് ചുമ്മാ കാറ്റിനെ പിടിച്ചോണ്ടിരിക്കുകയാണ്. നമ്മൾ എന്തരാവോ എന്തോ. അങ്ങനെ ആരും ചിന്തിച്ച് ഭാരപ്പെടണ്ട കേട്ടോ. നമുക്ക് പോവാൻ. ശരിയാണ്, നോക്കണ്ടേ? ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31-ാം വാക്യം വായിച്ചേ. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 11-ാം അധ്യായം 31-ാം വാക്യം. എവിടുന്ന്? നേരത്തെ കടലിൽ കാറ്റടിച്ചപ്പം ഒരു റോഡുണ്ടായി. ചരിത്രം ഇന്നും തെളിവായി നിൽക്കുന്നു. നിങ്ങളും പോയി അവിടെ പോയാൽ കാണാൻ പറ്റും. റോഡുണ്ട്. പോയിട്ട് വന്ന് എൻ്റെ കൂട്ടുകാരെല്ലാം പറഞ്ഞു, സാറേ അതുപോലെ തന്നെ റോഡ് ഉണ്ടെന്ന്. മനസ്സിലായോ? ശാസ്ത്രജ്ഞന്മാർ അതിന് തെളിവായി കാലം എഴുതി വെച്ചു. അതെ, അവർ ഒരിക്കൽ പറഞ്ഞുപോയി, അങ്ങനെ ദൈവം അവരെ കടത്തിക്കൊണ്ട് റോഡുണ്ടാവും, പോയ പാത അതുപോലെ പറ്റുമെന്ന്. അവർ സെർച്ച് ചെയ്തു, റോഡ് കണ്ടുപിടിച്ചു. ഇതുപോലെ എൻ്റെ സഹോദരങ്ങളെ, ഇസ്രായേൽ മക്കൾക്ക് കടലിൽ നിന്ന് കാറ്റ് വന്നപ്പോൾ കാടയെ കൊടുത്തു. ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും ഇങ്ങോട്ടും. അത് നിങ്ങൾക്ക് പണ്ട് വായിപ്പിക്കുന്നതെന്നറിയാമോ? ഇതെല്ലാം ഉണ്ടോന്ന് കേട്ട് ഇങ്ങനെ ഇരുന്ന് ആരെ ഉറക്കത്തിലിരിക്കും, ചിലർ ഗ്രഹിക്കത്തില്ല. അങ്ങനെ വരരുത്, അതിന് വേണ്ടിയാണ് കേട്ടോ. അല്ലെ പറയും എന്തോ പ്രസംഗിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലായില്ല. പോരെങ്കിൽ ഇതുവരെ ഇങ്ങനെ കേട്ടാണില്ല. നിങ്ങൾ കേൾക്കാൻ സാധ്യത കുറവാണ്. ഞാൻ എപ്പോഴും പറയും, കർത്താവ് ആരും പ്രസംഗിച്ചതൊന്നും ഇങ്ങോട്ട് തരരുത്. പ്രസംഗിക്കാത്തത് തന്നാൽ ഞാൻ പ്രസംഗിക്കാം. നിങ്ങൾക്ക് നല്ല മനസ്സിലായില്ല. നമ്മളൊരിക്കൽ കേട്ട പ്രസംഗം വീണ്ടും വീണ്ടും കേൾക്കാൻ എന്ത് രസമാണല്ലേ? പകുതി പേർ ഉറങ്ങും. ഗ്ലോറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പുതിയത് ചോദിക്കുന്ന ആളാണ്. സ്തോത്രം. എപ്പോഴും പുതിയത് വേണം, പുതിയത് വേണം. എൻ്റെ വിശ്വാസികളും അങ്ങനെയാണ്. അവർക്ക് എപ്പോഴും പുതിയത് കൊടുത്തില്ലെങ്കിൽ അവൻ ഇരിപ്പോഴാണ് ഇവിടെ എനിക്ക് മനസ്സിലായി ഇത് അങ്ങോട്ട് പറ്റുന്നില്ല. സാറേ പുതിയത് വല്ലതും എത്താം.
മനസ്സിലായോ നിങ്ങൾക്ക്? ഇതുപോലെയാ എനിക്കും ആഗ്രഹം. നിങ്ങൾ പുതിയത് ചോദിച്ചെങ്കിൽ തരാമായിരുന്നു. കാരണം സ്വർഗത്തിൽ അപ്പന്റെ മക്കൾ ഉണ്ടെന്നേ. പുരാതന സമ്പത്തുള്ളവനല്ലേ, സ്ഥാനവും മാനവും കൊടുപ്പാനവൻ മതിയായവൻ, എളിയവരെ ആദരിക്കുന്നവൻ, എളിയവനെ കുപ്പയിൽ ഉയർത്തിയവൻ, തന്റെ കൂടാരത്തിന് ചുറ്റും പരിചയായിരിക്കുന്നവൻ. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയും, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും. നിന്നെ വാരാക്കുമെന്നല്ല തലയാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ കേട്ട് കേട്ട് മടുത്തു കാണും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഇത് പറയുവാനല്ല, പുതിയത് എനിക്ക് വേണം. പ്രൈസ് ദി ലോർഡ്. സ്വർഗം പറഞ്ഞു, മോനെ ഞാൻ പുതിയത് ചിലത് ചെയ്യാൻ പോകുന്നു എന്നല്ല, ഞാൻ സകലവും പുതുതാക്കാൻ പോകുന്നു. സകലവും പുതുതാക്കാൻ പോകുന്നു. ഈ കാറ്റ് നിങ്ങളുടെ അകത്ത് വന്ന നിങ്ങളുടെ ജീവിതം പുതുതായി തീരും. ഹല്ലേലൂയ. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമായി മാറും. ഈ മന്ദിരത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും കൈയോങ്ങിയാൽ അവനെ നശിപ്പിക്കാൻ ദൈവം ഇറങ്ങി വരും. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം. അതുകൊണ്ട് ഞാൻ പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്താണ്? കടലിൽ നിന്ന് കാറ്റടിച്ചു അല്ലെ. ഒന്നാമത്തെ കാറ്റ് എന്താ പറഞ്ഞത്? ഇസ്രായേൽ മക്കളെ കൂട്ടിവരുത്തി അവരെ അസ്ഥിയും മാംസവും ഞരമ്പും ഒക്കെ വെച്ച് പിടിപ്പിച്ച് ഒരു വലിയ കൂട്ടമാക്കി മാറ്റുകയാണ്. രണ്ടാമത്തെ കാറ്റെന്ത് ചെയ്യാണ്? കടലിനെ കീറി മുറിച്ച് റോഡുണ്ടാക്കുകയാണ്. മൂന്നാമത്തെ കാറ്റെന്ത് ചെയ്യാണ്? ഇവർക്ക് ആഹാരം കൊടുക്കുകയാണ് അല്ലെ. നാലാമത്തെ കാറ്റടിച്ചപ്പോ അവിടെ എന്ത് ചെയ്യാണ്? അതൊരു പെരുങ്കാറ്റായിരുന്നല്ലേ. ശരിയല്ലേ? ഇതുകൊണ്ട് നിങ്ങളുടെ ഇരിപ്പുണ്ടപ്പോൾ എനിക്കത് നിർത്തണം തോന്നുന്നില്ല. ശകലം കൂടി പറയണമെന്നുണ്ട്. എനിക്ക് അത് അനുവദിച്ച സമയവും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. എന്നാലും നോക്കിക്കൊള്ളട്ടെ. എത്ര? 9. ഓ, ഞാൻ ചോദിച്ചോണ്ട് 9 ആക്കിയതാണോ 8:30 നിർത്തണയാണോ? ഉറപ്പാണ്? നിങ്ങൾ സമയം കറക്റ്റ് പറഞ്ഞ് അപ്പം നിർത്തിഞ്ഞ പേടിക്കുകയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം എടുക്കുമ്പോൾ ഇവിടെ നമുക്കൊരാളിനെ കാണാം. ഇവിടുത്തെ ആൾ ഏലിയാവാണ്. ഈ ഏലിയാവ് 1 രാജ 19:11 എടുത്തോടുന്ന് വായിച്ചോ. ഈ സമുദ്രത്തിൽ പെരുങ്കാറ്റടിച്ചതുപോലെ ഇവിടെ ഒരു കൊടുങ്കാറ്റടിക്കുക. ഈ കൊടുങ്കാറ്റ് എന്തെങ്കിലും അടിക്കുന്നറിയാമോ? എല്ലാ കാര്യങ്ങളും കേൾക്കും. പക്ഷെ വല്ല വെല്ലുവിളി വന്നാൽ ആളിടറും. എന്താ കേട്ടെന്നറിയാമോ? എലിയാവ് നാളെ ഈ നേരത്ത് ഏലിയാവിൻ്റെ ഉടലിന്മേൽ, ആരും പറയുന്നില്ല. ഇതൊക്കെ കേട്ടതല്ലേ നിങ്ങൾ? പിന്നെ ധൈര്യമായിട്ട് പറയാൻ ഞങ്ങളൊന്നും പറയത്തില്ല. തല കാണത്തില്ല. ഇത് കേട്ടിട്ട് ആള് ഓടിപ്പോയി ചൂരച്ചെടുത്തോണ്ടിരിക്കുക. ദൂതൻ വന്നിട്ട് മനുഷ്യകരങ്ങളാൽ ആഹാരം തരേണ്ട സമയത്ത് അത് തരും. മനസ്സിലായല്ലേ? ദൂതൻ വന്ന് ശുശ്രൂഷിയുടെ സമയത്ത് ദൂതൻ സൂക്ഷിക്കും. തളർന്നു പോയാൽ, ബലഹീനായാൽ ഇറങ്ങി. പ്രസംഗിച്ച് ശുശ്രൂഷ തളർന്നു പോയാൽ ദൂതൻ എടുത്തുകൊണ്ട് പോകും. പീലിപ്പോസ് എടുത്തുകൊണ്ട് പോയി അസ്തോദിൽ കണ്ടു. ഇവിടെ പഴയത്തിൽ ആ ഒരു മനുഷ്യനോട് പറയണ്ടോ, നീ കഴിച്ച് തിന്ന്, കുടിക്ക്. വന്റെ ഉള്ളിലെ ചിന്ത അറിയാം, എന്നെ മാത്രം ഇട്ടിങ്ങനെ കഷ്ടപ്പെടുത്താൻ. എത്രയോ ആളുകൾക്ക് വലിയ കൂട്ടമുണ്ട്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ. ഈ ഏരിയാവുന്ന എനിക്ക് മാത്രം ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എന്ത് പറഞ്ഞാലും സംഗതി വിരോധമായിട്ട് നടക്കുന്നേ. 3.5 വർഷം സാരവത്തിലെ സീതോനിൽ ഹാഗാബിന്റെ അമ്മായിയപ്പന്റെ കൊട്ടാരത്തിന്റെ അടുത്തിരുന്നുകൊണ്ട് ബന്ധനം അഴിയട്ടെ. അല്ല, മനസ്സിലായോ നിങ്ങൾക്ക്? അത് കഴിഞ്ഞു വന്നിട്ട് 450 ഒരു 400 850 വെട്ടിക്കൊന്ന് കെരീകിന് തോട്ടം കഴിച്ചു. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു വാർത്ത, നാളെ ഈ സമയത്ത് ഏലിയാവിൻ്റെ ഉടൽമേൽ തല കാണത്തില്ല. വെല്ലുവിളി ഉയരുമ്പോൾ തമ്പുരം പതറത്തില്ല. ഒരു കാറ്റല്ല, ഒരു കാറ്റിൽ ഒരുപാട് അനുഭവം വെളിപ്പെടുത്തും. നിങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദാനിയേൽ 4 കാറ്റ് കണ്ടെന്ന്. 4 കാറ്റ് നിങ്ങൾ വരാൻ പറഞ്ഞില്ലേ? അത് എവിടെയൊക്കെ ബലഹീന വശമുണ്ടോ അവിടെ ബലപ്പെടുത്തും. അതിനകത്തുനിന്ന് ചിലത് നമുക്ക് എടുക്കാൻ കാണത്തില്ലായിരിക്കാം, എങ്കിൽ മിണ്ടാതെ നോക്കിക്കൊണ്ടിരിക്കും. ആരെ പോലെ? ഏലിയാവിനെ പോലെ. പെട്ടെന്ന് വായിച്ചോ. ഇനി വായിച്ചോ, മനസ്സിലാകത്തുള്ളൂ. നിൽക്ക എന്ന് പറഞ്ഞു, കടന്നു പോകുന്നു. കണ്ടോ? പെരുങ്കാറ്റ് സമുദ്രത്തിൽ വന്ന് അല്ലേ യോനയെ പിടിക്കാൻ. ഇവിടെ ഒരു കൊടുങ്കാറ്റ് വരികയാണ്. ആരെ പിടിക്കാൻ? ഇതും ഒരു പ്രവാചകനെ പിടിക്കാനോ ഒന്ന്. ഇതാ ഒരു കൊടുങ്കാറ്റടിച്ചു. അതിൽ യഹോവ
കാറ്റൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കര പ്രശ്നമുണ്ടെങ്കിലും നേരത്തെ മനുഷ്യൻ ഉറങ്ങിത്തീർത്തു. ഈ മനുഷ്യൻ യഹോവ ഒന്നോ നോക്കുക. കണ്ടോ? അതാണ് പറഞ്ഞത്, അകത്ത് ദർശനമുള്ളവൻ നോട്ടപ്പോൾ യഹോവയെ കാണണം. ഈ പ്രശ്നത്തിന് മതി യഹോവയ്ക്ക് എന്തെന്നോട് പറയാനുണ്ട്? ഒരു ദൈവശബ്ദം. അവൻ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, ഇവിടെ വിട്ട് ഓടാൻ പറഞ്ഞാൽ ഞാൻ ഓടും, മറ്റൊരു സ്ഥലത്ത് കൂടാൻ മാറ്റിയടിക്കാൻ പറഞ്ഞാൽ ഞാൻ മാറ്റിയടിക്കും. അവൻ്റെ ലക്ഷ്യം ദൈവശബ്ദത്തിന് വേണ്ടി, ദൈവിക വെളിപ്പാടിന് വേണ്ടി, ദൈവിക ദർശനത്തിന് വേണ്ടി. ഈ സമയം ഏലിയാവ് പറയുക, ഈ കൊടുങ്കാറ്റിൽ ആരില്ല? യഹോവയില്ല. രണ്ടാമത്, കാറ്റിന്റെ ശേഷം ഒരു ഭൂകമ്പം. കണ്ടോ? ഒരു ശുശ്രൂഷൻ കടന്നു പോകേണ്ട പാതകൾ നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? വിളി കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടം. ഇതിന് ഞാൻ പറയും, പ്രവാചകൻ കൈവച്ചെന്ന് പറഞ്ഞ് നിങ്ങൾ ചാടിയിറങ്ങരുത്. നിങ്ങൾ ദൈവശബ്ദം കേട്ട ഇറങ്ങിക്കോ, കരം പിടിച്ച് നടത്തും. ദൈവവിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കിയെന്ന് മനസ്സിലാക്കി നീ ഓട്. നീ ഏത് പ്രശ്നത്തിലും ഏത് പ്രതികൂലത്തിലും യഹോവ നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വരും. നോക്ക്, വിളിച്ചത് യഹോവയാ. യഹോവയ്ക്ക് മുകളിലിരിക്കാൻ പറ്റുന്നില്ല. അവൻ ഇപ്പൊ ഒരു കാറ്റിൽ ഇറങ്ങി വന്നിരിക്കുക. ശരിയാണോ? രണ്ടാമത് എന്ത് ചെയ്തു? ആ കാറ്റിൽ എന്തുണ്ട്? ഭൂകമ്പം ഉണ്ടായി. വന്നത് കാറ്റാ. ഭൂകമ്പം പൊട്ടുവന്നേ. ബോംബൊന്നും വേണ്ട, ഭൂകമ്പം മതി. ഒരു വാർത്ത മതി. പിള്ളേര് പാടിയില്ലേ, ഒരു വാക്ക് മതി. നിങ്ങളാരും പൂരിപ്പിക്കുന്നില്ല, സമയമില്ലഞ്ഞിട്ടായിരിക്കും. വേണ്ട വേണ്ട വേണ്ട, നിങ്ങൾ മോൻ കണ്ടപ്പോൾ മനസ്സിലായി. വേണ്ട. ഹല്ലേലൂയ. ഇവിടെ അടുത്തെന്ന് പറഞ്ഞിട്ട് ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിന് യഹോവയില്ല. മൂന്നാമത് എന്താണ്? വായിക്കാം. ഒരു തീയിന് യഹോവയില്ല. കണ്ടോ? അപ്പോഴും പുള്ളിക്കാരൻ നോക്കുക, യഹോവ ഉണ്ടോ? എനിക്ക് ആവശ്യം യഹോവയാ. ഇനി ഭൂകമ്പം വന്നാലും, എന്താ ഭാഷ പറഞ്ഞ, വെട്ടിക്കൊല്ലെന്ന് പറഞ്ഞാലും, തട്ടിക്കൊണ്ടുവെന്ന് പറഞ്ഞാലും, തകർക്കുമെന്ന് പറഞ്ഞാലും, ഈ ഏലിയാവിന് ഒരു വിഷയമില്ല. ഏലിയാവിന് ആവശ്യം യഹോവ എൻ്റെ അടുക്ക വരും. അവനാ എന്നെ വിളിച്ചത്, അവൻ പറഞ്ഞതാ ഞാൻ ചെയ്തത്. അതിൻ്റെ മുന്നിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും യഹോവ നോക്കിക്കൊള്ളും. യഹോവ നോക്കിക്കൊള്ളും. ചിലരോടുള്ള ചില സംശയങ്ങൾ മറുപടി ആയിരിക്കാം. യഹോവ നോക്കിക്കൊള്ളും. യഹോവ നോക്കിക്കൊള്ളും. യഹോവ വിളിച്ചവരെ യഹോവ നോക്കിക്കൊള്ളും. യഹോവ തെരഞ്ഞെടുത്തവരെ യഹോവ നോക്കിക്കൊള്ളും. യഹോവ എന്റെ ഓഹരി, അവന്റെ പ്രതിഫലം, ലേവിയുടെ പ്രതിഫലം ഓഹരിയും യഹോവയായിരുന്നത് പോലെ യഹോവ നിന്റെ ഓഹരിയും പ്രതിഫലമായിരിക്കും. ഇപ്പോൾ എന്തുണ്ട്? ഭൂകമ്പത്തിന് ശേഷം എന്തുണ്ട്? തീയിൽ ആരില്ല? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, കാറ്റ് കണ്ടു, ഭൂകമ്പം കണ്ടു, തീ കണ്ടു. ഇനി നാലാമതൊന്നുണ്ട്, ഒരു മൃദുസ്വരം. കണ്ട, ഒരു മൃദുസ്വരം. മക്കളെ, അമ്മ ഒരു ചെല്ലം കൂടുമ്പോൾ, വാത്സല്യം കൂടുമ്പോൾ അവനെ ആദരവോട് വിളിക്കും. മക്ക, മോനെ, മോളെ, മുത്തേ, കണ്ണ എന്നൊക്കെ വിളിക്കല്ലേ? ഇതുപോലെ യഹോവയും നമ്മളെ നോക്കി വിളിക്കുന്നേ. ഒരു മൃദുസ്വരം കേൾപ്പിച്ചു, ഏലിയാവേ, നിനക്കിവിടെ എന്ത് കാര്യം? നീ ഇങ്ങനെ ഒതുങ്ങി പാറയ്ക്കകത്ത് കയറിയിരിക്കുക. എടാ, പാറയ്ക്കകത്ത് കയറിയിരിക്കാനടാ നിന്ന് വിളിച്ചത് ഞാൻ. പുള്ളിക്കാരൻ പാറയുടെ വിള്ളലിനകത്തായിരിക്കണ, കൊട്ടാരത്തിനകത്തല്ല. മനസ്സിലായോ നിനക്ക്? അവര് പാറയുടെ വിള്ളലിനകത്ത് കയറിക്കുക. അതുകൊണ്ടാ പറഞ്ഞ, നീ ഗുഹാമുഖത്ത് നീ പുറത്തു വാ. മനസ്സിലായോ? ഏത് ഗുഹയ്ക്കകത്ത് കിടന്നാലും, ഏത് കാരാഗത അടയ്ക്കപ്പെട്ടാലും യഹോവ പുറത്തു കൊണ്ടുവരും. യഹോവ പുറത്തു കൊണ്ടുവരും. യഹോവ പുറത്തു കൊണ്ടുവരും. യഹോവയ്ക്ക് കഴിയും. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ഇറങ്ങി വരും. അവൻ ഇറങ്ങി വന്നു. സ്തോത്രം. ഇതാ നാലാമത്തെ സ്വരം, ഒരു മൃദുസ്വരം. കാറ്റിന്റെ പ്രത്യേകത ഉണ്ടോ? വന്നത് കാറ്റല്ലേ, ആഹാരം കൊടുത്തത് കാറ്റല്ലേ. ഇനി എത്ര കാറ്റിനെ പറയണമെന്നറിയാം. സമയമില്ലാത്തതുകൊണ്ട് കൂടി കാറ്റ് കട്ടി തന്നതാണ്. ഇനിയുണ്ട് പറയാം. മന്ന കൊടുത്തു. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ സാധാരണ പോയ എൻ്റെ അടുത്തൊരു ഒരുപാട് ചോദ്യം ചോദിക്കും. ഒരു ചോദ്യം, ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത മന്ന എന്തായിരുന്നു?
ആരിലും ആരാധ്യൻ നീ, രാജാതി രാജാവ് നീ. സാറേ ദൈവമേത്, ഞാൻ പറയാം, പേടിക്കണ്ട. ഇത് പുതിയ സ്ഥലമല്ലേ. കൃത്യമായി നിങ്ങളോട് എന്നെ ഒത്തിരി സ്നേഹിക്കുക. യേശു നിങ്ങളെ സ്നേഹിക്കുക. ഭാരപ്പെടേണ്ട. 74 സങ്കീർത്തനത്തെ 13-14 വാക്യം വായിച്ചേ. എന്താണ് അവർ മന്ന എന്ന് പേരിട്ടത്? അവർ കഴിച്ച ഇസ്രായേൽ മക്കളുടെ പേരിട്ടത്. ദൈവം അതിന് മന്ന എന്ന് പറഞ്ഞില്ല. പക്ഷേ നമുക്ക് നോക്കാം എവിടെ നിന്നാണ് അത് കൊടുത്തേന്ന്. 74 സങ്കീർത്തനം 13-14 വേഗത്തിൽ വായിക്കുക. നിന്റെ ശക്തി കൊണ്ട് നീ എന്ത് ചെയ്തു? സമുദ്രത്തെ വിഭാഗിച്ചു. അടുത്തത് വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ലിവ്യാഥാന്റെ തലകളെ നീ തകർത്തു. മരുവാസികളെ ജനത്തിന് അതിന്റെ ആഹാരമായി കൊടുത്തു. മരുവാസിയായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. പിള്ളേരൊക്കെ വലിയ മീൻ കിട്ടിയാലേ തല എനിക്ക് വേണം, തല എനിക്ക് വേണം, ഭയങ്കര ബഹളം. എന്തിനെന്നറിയാമോ? ഇതിനകത്ത് അല്പം ഫ്ലൂഡുണ്ട്, ഇത് കഴിക്കാനാ. ശരിയല്ലേ? എടാ പൊന്നെ, 600,000 ജനത്തിന് ആഹാരം കൊടുക്കാൻ ലിവിയ തൻ്റെ തലയെ താർത്തു. തിമിങ്ങയുടെ തലയെ ഉടച്ചു. അതിന്റെ തലച്ചോറെടുത്ത മാംസം ഇറച്ചിയെടുത്ത് കൊടുത്തതല്ലേ? ഹലോ എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ. ഹല്ലേലൂയ. അതിന്റെ തലച്ചോറെടുത്തിട്ട് മരുഭൂമിയിലായിരുന്ന ജനത്തിന് അവയെ കൊടുത്തു. മഞ്ഞ് വീഴുമ്പോൾ മഞ്ഞയിൽ വീണു. ഒന്നാമത്തെ പ്രീസർ അവിടെ വെളിപ്പെട്ടു. ബൈബിൾ ചരിത്രത്തിൽ ഞാൻ പോകാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത്തെ പ്രീസർ വെളിപ്പെട്ടു. മഞ്ഞ് ഇട്ടു, മഞ്ഞയും ഇട്ടു. നാളെ എൻ്റെ മക്കൾ വരും, മണ്ണ് കടിച്ച സാധനം തിന്നരുത്. റേഷൻ കടയിൽ കിട്ടുന്ന അരിയിലെ കല്ല് കാണും. എന്നെ ആരും കണ്ണം പറയല്ലേ? പ്രീസറാണ് ഞാൻ ഉള്ളതാ പറഞ്ഞു. ഹല്ലേലൂയ. പലതിലും മണ്ണും കല്ലും കിട്ടും. പക്ഷേ ഇതൊന്നും എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കരുത്. നല്ല പ്യൂർ ഫുഡ് കൊടുത്തു അവർക്ക്. ശരിയല്ലേ? മഞ്ഞ് നിരത്തിയിട്ട് ഈ തിമിങ്ങലയുടെ തലയെ ഉടച്ച് ആ തലച്ചോറിനെ അങ്ങോട്ട് കാറ്റടിപ്പിച്ചോടെ ആരുത്തി. മനുഷ്യ കൊണ്ടൊന്നല്ല ഇത്. മനസ്സിലായോ? കടലിൽ നിന്ന് കാടായി കൊണ്ടുന്നില്ലേ ആ കാറ്റ് പോകും. ഇതാ നോക്ക്, മഞ്ഞയെ കൊണ്ടുവരികയാണ്. ഇസ്രായേൽ മഞ്ഞ എന്ന് പേരിട്ടില്ലേ? തിമിങ്ങലെ തലയെ ഉടച്ചതാ. ലിവിയ തന്റെ തലയെ തകർത്തിട്ട് അതിന്റെ അകത്തിരുന്ന തലച്ചോറെടുത്ത് ഹല്ലേലൂയ കൊടുത്തതാ. ഹല്ലേലൂയ. കണ്ട? അതാ ഞാൻ പറയുന്നത്. മൂന്നാമത്തെ കാറ്റ് ആവശ്യം നിറവേറ്റുന്ന കാറ്റ്. ആവശ്യങ്ങൾ നിറവേറ്റും. കണ്ടാ? നമ്മുടെ ആവശ്യം ഒന്ന് നിറവേറ്റാൻ ദൈവത്തിന് കഴിയുന്നേ. ദൈവത്തിന് കഴിയുന്നേ. ഹല്ലേലൂയ. ആവശ്യം വന്നില്ലല്ലോ, വരാൻ പോണി മുമ്പ് നമ്മൾ ഇപ്പോഴേ കരുതി വെക്കാൻ പോവുക. എന്തരാവും എത്തപ്പെടാതെ സമയം വരുമ്പോൾ തമ്പുരാൻ കാറ്റടിക്കും, എല്ലാം വരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു വർത്തനവ് വരുമെന്നേ. ഹല്ലേലൂയ. ശൂന്യത മാറും. ഈ ശൂന്യതയൊക്കെ മാറും. ഈ വരൾച്ചയൊക്കെ മാറും. ഈ വറുതിയൊക്കെ മാറും. ഈ ദാരിദ്ര്യമൊക്കെ മാറും. ഈ ഞെരുക്കമൊക്കെ മാറും. ഈ ബുദ്ധിമുട്ടൊക്കെ മാറും. ഈ കഷ്ടപ്പാടുകൾ മാറും. ഹല്ലേലൂയ. ഒരു വിശാല വരെ ഇപ്പൊ എന്ത് ചെയ്യുക? മരുഭൂമി കിടന്ന ജനത്തിന് മന്ന കൊടുത്തുന്നവർ മന്ന എന്ന് അവർ പരസ്പരം നോക്കിയിട്ട് പറഞ്ഞു, ഇത് യഹോവ തന്ന മന്ന എന്ന് അവനെ പേരിട്ടത്. ശരിയല്ലേ? തമ്പുരാൻ കൊടുത്തത് ശ്രേഷ്ഠമായിരുന്നു. ഹല്ലേലൂയ. 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 ദൈവം നിങ്ങൾക്ക് ശ്രേഷ്ഠമായി തരുവാൻ ഒരുക്കം. എൻ്റെ ദൈവം നിങ്ങൾക്ക് ഏറ്റവും വെറൈറ്റി തരാൻ കാത്തിരിക്കുക. പറയുമോ, കർത്താവേ എനിക്കത് വേണം, എനിക്കത് വേണമപ്പ. ഇനി നാലാമത്തെ കാറ്റിൻ്റെ പ്രത്യേകം നോക്കണ്ടേ? അതാണ് ഭയങ്കരം. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ ഒരു ഭാഗത്തിൽ ഞാൻ തൊട്ടതേ ഉള്ളൂ. തൊട്ടിട്ട് വീണ്ടും മൂന്നാമത്തെ കാറ്റിൽ പോയതല്ലേ? വീണ്ടും മടങ്ങി നാലാമത്തെ കാറ്റിലേക്ക് പോകാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 2-ാം വാക്യം. അപ്പോസ്തലപ്രവൃത്തി 2:2 പെട്ടെന്ന് വായിച്ചു. അവിടെ ഒരു കൊടിയ കാറ്റ് കാണാം. നമ്മൾ എത്ര കാറ്റ് കണ്ടു? ഹല്ലേലൂയ. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിലൊരു മുഴക്കമുണ്ടായി. ഇത് നമുക്കുള്ളതാ. പിടിക്കാനുള്ളവർ പിടിച്ചോ. ഇത് നമുക്കുള്ളതാ. ആകാശത്തൊരു കൊടിയ കാറ്റിന്റെ മുഴക്കം, വീട്ടിനകത്തൊരു തീജ്വാല,
ജീവിതത്തിൽ ഇരുവായ്ത്തലുള്ള നാവ് വന്നത് ഒരു കാറ്റ്, ഒരു കൊടിയ കാറ്റ്. ഹല്ലേലൂയ. ആകാശത്ത് എന്തുണ്ടായി? കൊടിയ കാറ്റ്. എന്തിനായി ആകാശത്തിൽ കൊടിയ കാറ്റുണ്ടാതെ? ഒന്ന് രണ്ട് കാര്യം, സമയമില്ലെങ്കിൽ ഓടിച്ചു പോട്ടെ. ദാനിയേലിന്റെ കാലത്ത് പ്രാർത്ഥനയ്ക്ക് മറുപടി തടഞ്ഞു പാർസി രാജ്യത്തിന്റെ പ്രഭു. നമ്മളും അങ്ങനെയാണല്ലോ, പ്രാർത്ഥിച്ചിട്ട് ഉപസിച്ചിട്ടൊന്നും പലതും കാണാൻ പറ്റുന്നില്ല. നമുക്കൊരു ചിന്തയുണ്ട്, ഓ എന്തുകൊണ്ടാണ് ഉത്തരം വരാത്തെ? വരും കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്, നമുക്കുള്ള കാറ്റാണ്. ഹല്ലേലൂയ. അവിടെ 21-ാം ദിവസത്തിൽ ദൂതൻ വന്നിട്ട് പറഞ്ഞു, എടോ നിന്റെ പ്രാർത്ഥന ആരംഭത്തിൽ തന്നെ ഉത്തരം അയച്ചതാ, പക്ഷേ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നെ തടഞ്ഞു. പ്രധാന ദൂതൻ മിഖായേൽ വന്നു, യുദ്ധം ഏറ്റെടുത്തു. അതുകൊണ്ടാണ് ഇപ്പോൾ ഗബ്രിയേലായി ഞാൻ ഉത്തരവുമായി വന്നിരിക്കുന്നത്. ദർശനം ബഹുകാലത്തേക്കുള്ളതാ. ദർശനമെല്ലാം കഴിഞ്ഞിട്ട് അവൻ ചോദിച്ചു, ഇതെപ്പോൾ സംഭവിക്കും? മോനെ, ഇതിപ്പോൾ സംഭവിക്കുന്ന കാര്യമല്ല, നീ ചോദിച്ചുകൊണ്ട് വെളിപ്പെടുത്തിയതാ. ഇതിന് കുറച്ച് സമയമെടുക്കും, നീ പോയി വിശ്രമിച്ചു കൊള്ളത്. ലോകാവസാനത്തെങ്കിൽ ഓഹരി ലഭിപ്പാൻ നീ ഉറക്കമുണർന്നതിനെ പോലും മതി. വാക്യം തെളിവുതരാനാണ്, ചുമ്മാതല്ല. ദാനിയേൽ പുസ്തകം 12-ാം അധ്യായം ലാസ്റ്റ് വാക്യം പെട്ടെന്ന് വായിച്ചു. ലാസ്റ്റ് 2 വാക്യം. നീയോ പോയി ബൈബിൾ എടുക്കാൻ ഇത്രയും താതിന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതിന്റെ കൈയല്ലേ തണലെനിക്ക്, താതിന്റെ മാർവല്ലേ ചൂടെനിക്ക്, താതന്റെ കൈയല്ലേ തണലെനിക്ക്. ഇനി വായിച്ചോ. നീയോ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക. ദാനിയേൽ ചോദിക്കുക, ഇതെപ്പോ സംഭവിക്കും? വന്നത് കാറ്റാ, മനസ്സിലായോ? 7-ാമത്തെ ഈ കാറ്റ് കണ്ടിട്ട് വയോധികൻ ഒരുവൻ ഇരുന്ന് ആ അഗ്നിസിംഹാസന കീഴിൽ അഗ്നി നദി ഒഴുകയും 1000 പേർ എണീച്ച് ശുശ്രൂഷിക്കുന്നു. 10,000 പേർ തീയിൽ നിൽക്കുന്ന കാഴ്ച കണ്ട് ചോദിച്ചു, ഇതെപ്പോ സംഭവിക്കും? മോനെ, നീ പോയി വിശ്രമിച്ചുള്ളത്, ഒരു സമയം വരും. പുള്ളിക്കാരടുത്ത് 21-ാം ദിവസം മറുപടി കിട്ടുന്നേ. ഈ സമയം വരെ പുള്ളി 4 കാലം നിൽക്കേണ്ടി വന്നു. ബലമില്ലാതെ നിൽക്കുകയാണ്. തൊട്ടപ്പോൾ ഒരു കയ്യിനെ തൊട്ടു. ഞാൻ അപ്പോൾ ബലം പ്രാപിച്ചെന്ന് കഴിയും 10-ാം അധ്യായത്തിലും 11-ിലൊക്കെ കാണാൻ കഴിയും. വീട്ടിൽ പോയി വായിച്ചാൽ മതി. സമയമില്ലാഞ്ഞിട്ട് ഇങ്ങനെ പോകുന്ന കേട്ടോ, പേടിക്കല്ലേ. ഇനി വരുമ്പോൾ എല്ലാം വിശദമായിട്ട് പറയും. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ. അങ്ങനെ ഈ മനുഷ്യൻ പോവുക. അവനോട് അവസാനം നീ പോയി വിശ്രമിച്ചുകൊള്ള. കാല അവസാനത്തിങ്കിൽ നീ കഠിനാധ്വാനം ചെയ്ത് ഒരു പ്രതിഫലമുണ്ട്, ഒരു പ്രതിഫലമുണ്ട് നിശ്ചയം. നിന്ന കേട്ടതിന്, അപമാനം സഹിച്ചതിന്, നീ വിതച്ചിട്ട് കൊയ്യാൻ കഴിയാതെ പോയതിന്, നീ വിതച്ചത് ആരൊക്കെ കട്ടോണ്ട് പോയതിന് എല്ലാം ഒരു പ്രതിഫലമുണ്ട്, ഒരു പ്രതിഫലമുണ്ട്. ഇത് എന്നും പെട്ടെന്ന് ആർക്കും പിടിയിട്ടത്തില്ല. എനിക്കും ഇത് ഇവിടത്തെ കുറിച്ച് തരുമ്പോൾ മനസ്സിലായില്ല, പക്ഷെ ഇപ്പൊ കുറച്ചെനിക്ക് മനസ്സിലായി. എടാ, അകത്ത് തീ കയറാഞ്ഞിട്ടല്ല, എന്തൊക്കെയോ ചിതറിച്ചതാ അല്ലേ? ആ ദൈവം ഒരു പ്രവൃത്തി ഇവിടെ ചെയ്തിരുന്നു, അത് കണ്ടിരുന്നു, ജനം അനുഭവിച്ചിരുന്നു. ഇപ്പൊ ഒരു മുരടിപ്പ പുതിയ തളിയിടുന്നു. കരിവേലവും കരിവലവും വെട്ടിയിട്ടാലും ഒരു കുറ്റി തീർത്തിട്ട് പലതായി വളർന്നു ഫലം കൊടുക്കുന്ന പോലെ ഇതൊരു പടുവൃക്ഷമായി മാറും. നിങ്ങൾക്കത് മനസ്സിലായില്ലെങ്കിൽ വരും നാളിൽ കണ്ടോ അനുഭവിക്കാൻ സമയമായി സഹോദര. അടുത്ത കാറ്റാണ്. ഈ കാറ്റിന്റെ ബാക്കി, ഈ കണ്ട കാഴ്ചയുടെ ബാക്കിയാണ്. നേരെ ഡയറക്റ്റ് ആൻസർ ആണ്. അപ്പോസ്തലർ 2:2 കൊടിയ കാറ്റടിക്കുന്ന പോലെ അന്തരീക്ഷത്തിൽ ഒരു മുഴക്കം. കാരണം എന്താ? അന്ന് തടഞ്ഞു വെച്ച് ഇപ്പൊ ഡയറക്റ്റ് തീ മുകളിൽ നിന്ന് വരിക. ഇവിടുന്ന് പ്രാർത്ഥന എത്തി. ചില പ്രാർത്ഥനാ ഭക്തന്മാർ കണ്ണീരൊഴുക്കി ഹൃദയം തുടങ്ങി. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോ ഞാൻ നാവിട് സംസാരിച്ചുണ്ടെങ്കിൽ ദാവീദൊക്കെ പറഞ്ഞെങ്കിൽ ഇതാ നോക്കണമേ, മുകളിൽ നിന്നൊരു തീ ഇറങ്ങിയപ്പോ ഒന്നിൽ നിൽക്കാൻ പറ്റുന്നില്ല. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അധിപതി സ്വർലോകങ്ങൾ ദുഷ്ടാത്മ സേന കേട്ട് അവരെ പൊട്ടി. മനസ്സിലായില്ലെങ്കിൽ അവിടെ കത്തിച്ചെത്തി അന്തരീക്ഷത്തിൽ നിന്ന് ദുരാത്മ സേനകളെ, വാഴ്ചകളെ, അധികാരങ്ങളെ 1000 വെപ്പിച്ച എഫേസ്യർ 6, 10, 11, 12, 13, 14, 15, 16, 17 അവിടെ നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും. അവരൊരു പടയാളിയാക്കി മാറ്റി പറഞ്ഞു, ഇടോ ഭയപ്പെട്. ഹല്ലേലൂയ.
ഇതാ നോക്കണമേ, ഇവിടെ മുകളിൽ നിന്നൊരു തീ വരിക. ആ തീ അന്തരീക്ഷത്തിലുണ്ടായത് ദുഷ്ടാനസിനെ കത്തിച്ചു. പ്രാർത്ഥന മറുപടി തുടങ്ങിയനെ തീർത്ത് നേരെ വീട്ടിനകത്തിറങ്ങി. വല്ലപ്പോഴും ചില പ്രശ്നങ്ങളുണ്ട്, എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ചെറിയ പ്രശ്നം. ഹല്ലേലൂയ. ഇവിടുത്തെ കാര്യമല്ല, അവിടെ മാളിക മുറിക്കത്തിരുന്ന കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണേ. അവിടേക്ക് ഇപ്പോൾ ഒരു തീ ഇറങ്ങി ആ റൂമിനകത്ത്. അതിനകത്തുള്ള ആദ്യം കത്തിക്കും. നിങ്ങളെ പിടിക്കും മുമ്പേ നിങ്ങൾക്കുള്ള പ്രശ്നത്തെ ആദ്യം കത്തിക്കും. ചില ചിന്തിക്കുന്നു, എന്നെ കർത്താവ് അഭിഷേകം ചെയ്യും മുമ്പേ ഹല്ലേലൂയ ഈ പ്രശ്നങ്ങളൊക്കെ തീരൂ. നിങ്ങളെ നിറയ്ക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ പ്രശ്നങ്ങൾ വിതച്ച ചെറിയ ചില വിഷയങ്ങളുടെ മേൽ തമ്പുരാൻ തീ കത്തിക്കും, തീ പിടിപ്പിക്കും. വീട്ടിനകത്തിറങ്ങി വന്ന തീ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീട്ടിനകത്തുള്ള ശുദ്രത്തിന്റെയും വെളിച്ചപേക്ഷയും നേർച്ച കാഴ്ചയും പൂജാഗതി എന്തൊക്കെ ഉണ്ടെന്ന് ലോകം പറഞ്ഞോ, പേടിക്കരുത്. ഈ തീ വീട്ടിനകത്ത് ഇറങ്ങിയ അതങ്ങ് കത്തിയിരിക്കും. നിങ്ങൾ ഇവിടെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ചില തീ ഇറങ്ങിയിരിക്കും. അതാ ഞാൻ പറഞ്ഞു, ഈ കാറ്റ് അടിച്ചിരിക്കും. അതാ പറഞ്ഞു, ഇത് നമുക്കുള്ള തീയാ, നീ പിടിച്ചോളെന്ന് പറഞ്ഞത് കാര്യം പറയാ. നിന്റെ ജീവിതത്തിൽ നിന്നെ ഒതുക്കിയ മേഖലകളിൽ തീയിറങ്ങി കത്തിയിരിക്കും. ഈ കാറ്റടിച്ചാൽ വീട്ടിനകത്തുള്ള കെട്ടുകൾ പൊട്ടിയിരിക്കും. അത് ഭൂമിയിലുള്ളതാകട്ടെ, നിനക്ക് താമസിക്കാൻ ഉറക്കത്തിന് വിരോധമാകട്ടെ, നിന്റെ ഉയർച്ചയ്ക്ക് വിരോധമാകട്ടെ, ഏതൊക്കെ പ്രശ്നങ്ങൾ നിന്നെ വലയ്ക്കുന്നുവോ എല്ലാ പ്രശ്നങ്ങളെയും കത്തിക്കുന്ന തീ നിന്റെ വീട്ടിനകത്തിറങ്ങും. ഈ തീതാവ് നിന്റെ മേൽ പതിയും. അടിച്ചത് കൊടിയ കാറ്റ. ഇപ്പോൾ എല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നാണ് അപ്പോസ്തലർ 2:2-3-4 കാണുന്നത്. ശരിയല്ലേ? വന്നത് കാറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാറ്റ് നീ എന്നിൽ പിടിക്കണം. എത്രയൊക്കെ ആവശ്യം ആഗ്രഹമുണ്ട്. വർഷിപ്പ് ടീം എൻ്റെ അടുത്ത് ഞാൻ വന്നാൽ കൊള്ളായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. എല്ലാവരും കണ്ണടച്ചോ. മുന്നോട്ട് കുറച്ച് കയറി നിൽക്കാൻ കഴിയുന്നു. കയറി നിന്നോ, പ്രാർത്ഥിച്ചോ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയട്ടെ, അപ്പന്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. നാം കണ്ട 4 കാറ്റാണ്. ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഗതന്മാർ ജീവിക്കേണ്ടതിന് ഇവിടെ മേൽ ഊതുക. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഒന്ന് അനുഭവിപ്പാൻ, ഒന്ന് അനുഭവിച്ചറിയുവാൻ, ഒന്ന് പ്രാപിപ്പാൻ സ്വർഗീയ ഡാഡി ഒരവസരത്തെ നൽകണമേ. ഈ കാറ്റിന്റെ മേൽ വീഴട്ടെ. ഈ അഭിഷേകത്തിന്റെ ഉറവ എന്നിലൊന്ന് കാക്കട്ടെ. ഇതെന്നിലൊന്ന് കത്തി ജ്വലിക്കട്ടെ. ആര് പറയും ഇതാ നോക്കൊരു കാറ്റ് അന്തരീക്ഷത്തിൽ മുഴങ്ങുകയാ. ഓ, അത് വീട്ടിനകത്തുള്ള സകലവും കത്തിക്കുക. ഇനി നിങ്ങൾ കണ്ണടച്ചോ. നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ ഭൂമിയിൽ നിന്നൊക്കെ ചിലത് ഇറങ്ങി ഓടുന്നത് നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ പറ്റും. അതുകൊണ്ടാ പറഞ്ഞത് ഭൗതിക കണ്ണ് തുറക്കരുത്, ആത്മാവിൽ തന്നെ കാണാൻ പറ്റും. നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നം വിതച്ച, നന്മയെ മുടക്കിയ, നിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ എല്ലാ കെട്ടുകളെയും പൊട്ടിക്കുന്ന ഒരു തീ ഉയർത്തി ഇറങ്ങി വരുന്നുണ്ട്. ഓ, മർക്കോസിന്റെ മാളിക മുറിക്കകത്തിരുന്ന 120 പേർ തീനാവ് 120 പേരിലും പതിഞ്ഞെങ്കിൽ ദൈവ പൈതലെ ഇന്ന് രാത്രി അതേ സർവശക്തന്റെ കാര്യം ഇതിനകത്ത് ചലിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിനക്കത് പ്രാപിപ്പാൻ കഴിയും, നിനക്കത് പ്രാപിപ്പാൻ കഴിയും, നിനക്കത് അനുഭവിപ്പാൻ കഴിയും. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ കെട്ടുകളെ തകർക്കുന്ന, ആ നുകങ്ങളെ പൊട്ടിക്കുന്ന അഭിഷേകത്തിന്റെ അഗ്നിയുടെ കാറ്റ് ഓ നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ സമയമായി. നീ പതറിപ്പോകേണ്ട കാര്യമില്ല, നീ വെത്തപ്പാട് പോകത്തില്ല, ഓടിപ്പോകയുമില്ല. നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുമ്പായി നടക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുമ്പായി നടക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുമ്പായി നടക്കും. അന്തരീക്ഷത്തിൽ മുഴക്കമുണ്ടാക്കിയ കാറ്റ് വീട്ടിനകത്തുള്ള ചെറിയ കത്തിച്ചു. അതിനുശേഷം അതേ തീനാവ് ഓ ഈ 120 പേരുടെ പതിഞ്ഞതുപോലെ ചിലത് പതിയും, ചിലത് പതിയും, ചിലത് ചുടമേൽ പതിയും. യെസ്, ഹോളി സ്പിരിറ്റ്, വെൽക്കം ഫയർ.
പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. സ്തോത്രം ചെയ്യണമോ സ്തുതിച്ചോ, ആരാധിക്കണമോ ആരാധിച്ചോ. ഇത് നിങ്ങളുടെ സമയമാ, ഇത് നിങ്ങളുടെ സമയമാ. നിങ്ങൾ കേട്ട വചനത്തിന്റെ ശക്തിയാ നിങ്ങളിൽ ഇറങ്ങുന്നത്. നിങ്ങൾ കേട്ട വചനത്തിന്റെ ശക്തിയാ നിന്റെ കുടുംബത്തിൽ ചലിക്കുന്നത്. നിങ്ങൾ കേട്ട വചനത്തിന്റെ വാക്കാ ആ അത്ഭുതം കൊണ്ടുവരുന്നത്. യാക്കോബിൽ വീണ വചനം ഇതാ ഉദരത്തിൽ ജഡമെടുത്തതുപോലെ, കന്യക മറിയത്തിന്റെ ഉള്ളിൽ ഒരു ശിശുവായി മാറിയതുപോലെ വചനം നിന്നിൽ ജഡമെടുക്കും. വചനം നിന്നിൽ ക്രിയ ചെയ്യും. വചനം നിന്റെ അകത്തളത്തിൽ അത്ഭുതം കൊണ്ടുവരും. നിന്റെ കുടുംബത്തിൽ തന്നെ കൊണ്ടുവരും. നിന്റെ ജീവിതത്തെ മാറ്റി മറിക്കും. ഓ, ഈ വചനം തീ പോലെ ഇറങ്ങും. ആ എല്ലാ കരങ്ങളും ഉയർത്തി പിടിച്ചാണ്. അന്യഭാഷ സ്തുതിക്കുന്നവർ സ്തുതിച്ചോ, അക്കാര്യങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഒരു കൊച്ചു പ്രാർത്ഥന. കേട്ട വചനത്തിന്റെ ശക്തി നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടണം. കർത്താവ് എന്തൊക്കെ കൈമാറാൻ പോവുക, നിങ്ങളത് അനുഭവിക്കും. ജീസസ്, ജീസസ്. അങ്ങ് തന്ന വചനത്തെ ഇവരെ കേൾപ്പിച്ചു. ആ വചനത്തിന്റെ ശക്തി ഇവരിൽ ഇറങ്ങട്ടെ. ഈ ജനത്തിന്റെ മേൽ ഇറങ്ങട്ടെ. ഇവരെ കുടുംബങ്ങളിൽ ഇറങ്ങട്ടെ. ആ കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഓ, തീ പിടിക്കുന്ന പോലെ, ചില കരങ്ങൾ വൈദ്യുതി പാസ് ചെയ്യുന്ന പോലെ, ചില കരങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങൾ ശരീരത്തിലെല്ലാം ഉണ്ടായിരിക്കാം. അതെല്ലാം സംഭവിക്കും. ഓക്കെ, പക്ഷെ അകത്തു ചിലത് കയറുകയാ. നിങ്ങളുടെ ആത്മാവിൽ ചിലത് വെളിപ്പെടുത്തുകയാ. ആത്മാവിൽ ഒരു ക്രിയ നടക്കുകയാ. അത് നിങ്ങളുടെ ഒഴുകും. എന്നിൽ വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലനദി ഒഴുകുവാൻ തക്കവണ്ണം ഒരു കാറ്റ് നിങ്ങളിൽ അടിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ പതിയും. അത് നിങ്ങളിൽ പതിയും. നിങ്ങൾ നാവെടുത്ത് പ്രവചിക്കും. നിങ്ങൾ അന്യഭാഷ സംസാരിക്കും. നിങ്ങൾ വ്യാഖ്യാനിക്കും. അന്യഭാഷയിൽ പാടും. അന്യഭാഷയിൽ സ്തുതിക്കും. അന്യഭാഷ രാജ്യങ്ങളിൽ ദൂതറിയിക്കും. രാജ്യങ്ങളിൽ ഇരിക്കുന്നവരുടെ പോലും ദൂതറിയിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ആലോചന, അകത്തളത്തിൽ ഇടുന്ന ഒരു ദൈവത്തിന്റെ കരത്തിന്റെ കരുതൽ ചലിക്കുന്നത് എനിക്ക് കാണാം. അത് തീവ്രത ഇറങ്ങുകയാ. അത് തീവ്രത പിടിക്കുക. യൂത്തിനെ ഒരു കൂട്ടം വരെ, ഒരു യൂത്ത് പൊങ്ങി വരുന്നത് ഞാൻ കാണുന്നു. യൗവനക്കാരുടെ കൂട്ടത്തെ കർത്താവ് വാർത്തെടുക്കുന്നത് ഞാൻ കാണുന്നു. ആത്മാവിൽ ചിലർ പൊങ്ങി വരിക. ആത്മാവിൽ പൊങ്ങി വരിക. നീ കാറ്റ് കാണത്തില്ല, മഴയും കാണത്തില്ല. ഉറവ പൊങ്ങുന്നത് പോലെ ചിലർ പൊങ്ങി വരിക. ഈ കൊടിയ കാറ്റ് ചില കുടുംബങ്ങളുടെ അകത്തടിക്കുന്നു. നഷ്ടപ്പെടുത്തിയ നന്മകൾ, നഷ്ടങ്ങളുടെ പട്ടികകൾ, സന്തോഷിപ്പാൻ വകയില്ലാത്ത അനുഭവങ്ങൾ. പെരുങ്കാറ്റടിച്ച് തകർത്തു കളഞ്ഞ അനുഭവങ്ങൾ. അതിന്റെ നാട്ടിൽ ചിലത് പൊങ്ങും, ചിലത് പൊങ്ങുന്നുണ്ട്, ചിലത് പൊങ്ങുന്നുണ്ട്. നീ ആത്മാവിൽ പ്രാപിച്ചോ, നീ ആത്മാവിൽ പ്രാപിച്ചോ. എല്ലാവർക്കും കഴിയത്തില്ല, എനിക്കറിയാം. പക്ഷെ ചിലരുടെ മേൽ നിറയുന്നുണ്ട്. ചില മേൽ ആ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ നിയോഗം വെളിപ്പെടുന്നുണ്ട്. ചില കരങ്ങളെ പിടിക്കുന്നുണ്ട് ഈ കർത്താവ്. യെസ്. ഓ, മഹത്വം ചുമക്കുന്ന ചിലരെ നീ വേർതിരിക്കുന്നതിനായി സ്തോത്രമപ്പ. നിങ്ങളെന്നെ തെരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കാക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതും ആക്കി വെച്ചിരിക്കുന്നു വചനത്തിന്റെ ശക്തി ഇവർ കാണാൻ പോവുകയാണ്. സ്തോത്രം. ഒരു തെരഞ്ഞെടുപ്പിനകത്ത് സംഭവിക്കുക. സ്തോത്രം. ഒരു തെരഞ്ഞെടുപ്പിനകത്ത് സംഭവിക്കുക. സ്തോത്രം. പ്രവചിക്കുന്ന ഗണങ്ങൾ ഉണ്ടാകിയാൽ സ്തോത്രം.
ഏലിയാവ് പറഞ്ഞു, ഞാൻ മാത്രം. അവൻ പോകുന്ന യാത്രയിൽ ഒരു എലീശയെ അഭിഷേകം ചെയ്യണം. വയലിൽ കാളയ്ക്ക് പകരം മുഖം വെച്ചവനെ പ്രവാചകനാക്കിയതുപോലെ, ചില പ്രവചന സ്കൂളുകൾ ഉണ്ടായതുപോലെ, വരും കാലഘട്ടങ്ങളിൽ ചെയ്യുന്നത് സ്വർഗം വെളിപ്പെടുത്തുക. ഒരു കാറ്റിറങ്ങി വന്ന്, ഒരു തെക്കൻ ചുഴലിക്കാറ്റിറങ്ങി വന്നു. ഏലിയാവിനെ എലീശയും വേർതിരിച്ചു, അവനെ ചേർത്തുകൊണ്ട്. നാലാമത്തെ കാറ്റുണ്ടല്ലോ, അത് നിത്യയോട് ചേർത്തുകൊള്ളുന്ന കാറ്റ്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എലീശ വിളിക്കുന്ന തേരും തേരാളിയുമായുള്ളവേ, ആത്മാവിൽ 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 ഡാഡി 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 ഡാഡി. ഓ, മോശ കൈ നീട്ടി സമുദ്രത്തിൽ കാറ്റടിച്ചതുപോലെ, ഒരു കാറ്റ് കാളയെ കൊണ്ടുവന്നതുപോലെ, ലിവിയാതന്റെ തലയെ തകർത്ത് കൊണ്ടുവന്നത് പോലെ, ഒരു പെരുങ്കാറ്റടിച്ചു പിന്മാറ്റക്കാരനെ മടക്കി വരുത്തി. നിനവയിൽ പോയി പ്രസംഗിച്ച് 40 ദിവസം കഴിയുമ്പോൾ മൂലനാശമാകും. ആ പട്ടണത്തെ രാജാവിനെ രക്ഷിച്ചതുപോലെ ഒരു രക്ഷിപ്പുണ്ടാകിയാൽ സ്തോത്രം, ഒരു മടങ്ങി വരവുണ്ടാകിയാൽ സ്തോത്രം. പിന്മാറ്റക്കാർ മടങ്ങി വരികയാൽ നന്ദി. ഇതൊരു വലിയ കൂട്ടമായി മാറുകയാൽ നന്ദി, നന്ദി. ഞാനത് കാണുന്നു, അവർ മടങ്ങി വരികയാണ്. നന്ദി ഡാഡി. ഇതൊരു വലിയ കൂട്ടമായി തീരിയ നന്ദി കർത്താവേ. ഈ വെള്ളം ചെന്ന് ചേർന്ന് മഹാമത്സ്യം ഉണ്ടാകുന്ന പോലെ അത് ഉളവാകിയാൽ നന്ദി ഡാഡി, നന്ദി. അങ്ങയുടെ പ്രവൃത്തിക്കായി നന്ദി. ഒരു ഏലിയാവും എലീശയും വേർതിരിച്ച് എടുക്കപ്പെടുമ്പോൾ ഇരട്ടി വേണമെന്ന് ചോദിച്ചു ഇരട്ടി കൊടുത്തതുപോലെ ചിലർ ഇരട്ടി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ, കൃപാവരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലോ. അവിടെ നിന്റെ ഉറവയെ തുറന്നവരെ നിറയ്ക്കാൻ നന്ദി. ഒരു കൈമാറ്റം സംഭവിക്കുകയാൽ നന്ദി. ഓ, ഒരു കൈമാറ്റ ശുശ്രൂഷ സംഭവിക്കുകയാൽ നന്ദി. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ചില ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം അധികാരത്തിന്റെ ആത്മനിയോഗത്തിലേക്ക് കരം പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാൽ നന്ദി. മഹത്വം അങ്ങേക്ക് തരുന്നു. ഈ ശുശ്രൂഷ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഒരു ഭാഗത്ത് ഞെരുക്കമുണ്ടെങ്കിലും മറുഭാഗത്ത് കരം പിടിച്ച് നടത്തുന്ന കരുതൽ കാണുകയാണ് നന്ദി. ഇവിടെ വന്ന ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാറ്റുകൾക്കായി അയച്ചതിനായി നന്ദി. ആ മഹത്വം വെളിപ്പെടുകയാൽ നന്ദി. നന്മ കൊണ്ടവരെ നിറയ്ക്കുകയാൽ നന്ദി. ഇവരൊരു അനുഗ്രഹമാകിയാൽ നന്ദി. ചില പുതുവഴികൾ, വാതിലുകൾ ചില കുടുംബങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാൽ നന്ദി. എല്ലാ മഹത്വമാണ് പാദത്തിൽ വെച്ച് ഒരിക്കൽ കൂടി ജനത്തെ കൂട്ടാനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് നന്ദി പറയാം. കർത്താവേ, അവിടെ ചെയ്ത വിടുതലുകൾക്കായി നന്ദി. അവിടെ നയിച്ച വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. നന്ദി അപ്പ, നന്ദി അപ്പച്ച. അവിടുത്തെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. വൻ കാര്യങ്ങൾ അങ്ങ് ചെയ്തിരിക്കുക. സ്തോത്രം. തിരുക്കരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിട്ടുതരും. ഞങ്ങൾ ഏതുമില്ല അപ്പ. അങ്ങനെ ഞങ്ങളുടെ സകലവുമാകെ സ്തോത്രം പൂർണ്ണമായിട്ട് നിങ്ങൾ വിധേയപ്പെടുത്തുന്നു. കർത്താവിൻ്റെ മഹത്വം പകർന്നതിനായിട്ട് നന്ദി പറയുന്നു. അപ്പച്ചാ, ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങൾക്കായി സ്തോത്രം. എല്ലാ മഹത്വവും ആരാധനയും യോഗ്യനായ സ്തുതികൾക്ക് യോഗ്യന അങ്ങേക്ക് മാത്രം ഞങ്ങൾ അർപ്പിക്കുന്നു. എല്ലാ പുകഴ്ച അങ്ങേക്ക് തരുന്നു. യേശുവിൻ നാമത്തിൽ കേൾക്കുന്ന പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്രിതനായ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളുടെ അവരോടും ഇന്നും എന്നേക്കും കാലാവസ്ഥ കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.